എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഹ എന്ന് പറയുന്ന വാക്ക് അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത്? അത് ഒരു ആശ്വാസത്തിൻ്റെ വാക്കാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല. ചില കാര്യങ്ങൾ അവസാനിക്കുമ്പോൾ ഉണ്ടാവുന്ന, നമ്മൾ സാധാരണ കളിയാക്കാനൊക്കെ വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഇസ്രായേൽ പാലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് വിഷയം. ആ വിഷയത്തിൻ്റെ ഒരു നല്ല ഒരു അന്ത്യത്തിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നുണ്ടോ എന്ന ഒരു തോന്നൽ നമുക്ക് ലഭിക്കുമാറ് ചില കാര്യങ്ങൾ നമ്മൾ മുന്നിൽ വന്നു വിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ചിട്ട് ചില കാര്യങ്ങളാണ് ഇന്ന് നമുക്കിവിടെ പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് ആ ഒരു യാത്രയിൽ നിങ്ങൾ കൂടെ ഉണ്ടാകണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ആ ഒരു വിഷയത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. പിന്നെ അതുകൂടാതെ ഈ ചർച്ചയ്ക്ക് ശേഷം, നമ്മൾ ഈ ആദ്യം തുടക്കത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരവും നമ്മളിവിടെ ഒരുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇതിൻ്റെ ചരിത്രമൊക്കെ കുഴിച്ചു വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും മറിച്ച് പറയാനൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വരാം. അപ്പോൾ അത് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു ചെറിയൊരു വീഡിയോ, അത് ഒരു വാർത്തയാണ്, അത് നമുക്ക് കാണാം. അപ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. Civilians to gain international sympathy. And let me underline, sacrificing children to do this. Recent reports prove that it's a weapon Hamas is wielding to defeat Israel. The terror group also appears to have rejected the U.S.-backed proposal to end the war and release the hostages. Chris Mitchell has the latest from Jerusalem. There are reports Hamas rejected President Biden's proposal unless it includes a permanent end to the war in Gaza, guaranteeing its survival. While the U.S. says it's considering the Hamas response, Israel's Benjamin Netanyahu rejects any proposal that doesn't destroy Hamas's ability to fight and govern. A senior Israeli official Tuesday released a statement regarding the original proposal that said in part, Israel will not end the war before achieving all its war objectives. The proposal presented enables Israel to achieve these goals, and Israel will indeed do so. Recent reports on Hamas leader Yahya Sinwar revealed his to win victory by outlasting Israel through international pressure. Sinwar's recent communications, published in the Wall Street Journal, reveal how he uses his own people to advance those goals. Texts and other messages reveal he embraces civilian losses as necessary sacrifices and believes the death toll works to his advantage. In an earlier interview, he said, "We make the headlines only with blood. No blood, no news." He knows exactly what are the sensitive points in the Western mindset, and he definitely works on these weak points. Islamic expert Dr. Mordecai Kadar told CBN News that dead Palestinians are part of Sinwar's strategy. It's why Hamas fighters embed themselves among the civilian population and why hostages are held in civilian neighborhoods. ഈ വിഷ്വൽസ് ഒന്നും മിസ്സാവരുത് കേട്ടോ. എങ്ങനെയാണ് ഈ ഹ്യൂമൻ ഷീൽഡ്സിനെ വെച്ചുകൊണ്ട് ഇവർ യുദ്ധം ചെയ്യുന്നത് എന്നും, യുദ്ധം എന്നൊന്നും പറയാൻ പറ്റില്ല, അക്രമം, ഈ ഭീകര പ്രവർത്തനം നടത്തുന്നത് എങ്ങനെയെന്ന് ഇവിടെ കണ്ടു. അതുകൂടാതെ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തു, നമ്മളുടെ നോവ എന്ന് പറയുന്ന പെൺകുട്ടി അടക്കം ആ 4 പേരെ റെസ്ക്യൂ ചെയ്തപ്പോൾ ആ റെസ്ക്യൂ ചെയ്തത് എവിടെ നിന്നാണ്? ഒരു ഡോക്ടറും ഒരു അൽ ജസീറയുടെ പത്രപ്രവർത്തകനെന്നും അറിയപ്പെടുന്ന 2 പേരുടെ ആ സംരക്ഷണത്തിലായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഒളിവിലായിരുന്നു ഇവരെ പാർപ്പിച്ചിരുന്നത്. അവർക്കായിരുന്നു അതിൻ്റെ ചുമതല ഈ 4 പേരെയും സൂക്ഷിക്കാനുള്ളത്. അപ്പോൾ ഹോസ്റ്റേഴ്സിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് താമസിപ്പിക്കുന്നതും അതിനുവേണ്ടി ഒത്താശ ചെയ്യുന്നതും പിടിച്ചുകൊണ്ട് പോയതും എല്ലാം ആരാണ്? അത് ഭീകരപ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ആളുകൾ, ഭീകരവാദികൾക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു പ്രവൃത്തി പോലും ഒരു എന്താ പറയുക, മാന്യമായ ഒരു യുദ്ധ നിയമങ്ങൾ പാലിക്കുന്ന തരത്തിലുള്ളൊരു സംഗതിയല്ല. ഇതിന് ഒരു ന്യായവും നിങ്ങൾക്ക് നിരത്താൻ കഴിയില്ല. ഏത് തരം ന്യായം? ഇവിടെ പറയുന്നത് ഇസ്രായേൽ വലിയ ശക്തിയാണ്,
എന്നാൽ ഹമാസ് പട്ടിണി പാവങ്ങളാണ്, അതുകൊണ്ടാണ് അവരിങ്ങനെ കല്ലെടുത്തെറിയുന്നത്, അതുകൊണ്ടാണ് അവരിങ്ങനെയുള്ള പോക്കിരിത്തരങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലായിരുന്നുണ്ടെങ്കിൽ പൊളിച്ചേനെ, എന്ന് വെച്ചാൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് ഇട്ടേനെ എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അത് തന്നെയാണ് ലോകത്തിൻ്റെ പേടിയും. കാരണം കണ്ണും മൂക്കും ഇല്ലാതെ സ്വന്തം ജനതയെ കൊല്ലുന്നതിൽ പോലും ഒരു മടിയും കാണിക്കാത്ത ഈ കൂട്ടം ആളുകൾ പിന്നെ എങ്ങനെയാണ് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ബാക്കിയുള്ള ആളുകളുടെ ജീവന് വില കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക? ഇതാണ് ലോകം ഉറ്റുനോക്കുന്ന കാര്യം, അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഒരു വിഷയത്തിലേക്കാണ് പല രീതിയിൽ ഇന്ന് നമുക്ക് പല തെളിവുകൾ ലഭിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഈ വാർത്തയിൽ പറഞ്ഞൊരു വിഷയം, നോ ബ്ലഡ് നോ ന്യൂസ് എന്ന് പറയുന്ന സംഗതി. ഇത് നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതിൻ്റെ കുറച്ചും കൂടി വ്യക്തമാകുന്ന രീതിയിലുള്ള ചില റിപ്പോർട്ട്സ് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അത് വിശദമായിട്ട് ഇവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുന്നേ ഇത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. One who looks dead and actually is dead and can be photoed, can be put on the social media, can be reported. These people, in the eyes of Sinwar, worth much more when they are dead compared to their value when they are alive. Those images turned world opinion against the Jewish state. And as Sinwar puts it, we have the Israelis right where we want them. While the Biden administration continues to press for a ceasefire, it shares a similar opinion of Sinwar. Mr. Sinwar cares nothing at all about the lives of innocent Palestinians that have been caught up in this war, a war he started. And it should surprise and shock no one that a beast like Mr. Sinwar would actually take glee in it and see advantage to it. As the attention focuses on Gaza, Israel faces a renewed threat on its northern border. Hezbollah fired a barrage of more than 150 rockets on Wednesday, as far south as the Sea of Galilee in Tiberias. ഇത് ഇന്നിപ്പോൾ നമ്മൾ കണ്ട കാര്യമാണ്. അതായത് ഇപ്പുറത്ത് നമ്മൾ റഫ എല്ലാ കണ്ണും അവിടെ നമ്മൾ നട്ടുകുഴിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആ കണ്ണൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് പൂവായി എന്നിട്ട് കുട്ടിക്കണ്ണുകൾ ഉണ്ടാകുന്നത് കാത്തിരിക്കുകയാണ് എല്ലാവരും. ആ സമയത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഹമാസ് ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ. അതുകൊണ്ടാണ് ഞാൻ സ്വാഹ എന്നിട്ടത് തന്നെ. അവർക്ക് ഒരു പണിയും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇന്നിപ്പോൾ അവർക്ക് പകരം ഇപ്പോൾ പണി എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ലെബനോനിൽ നിന്നും ഹെസ്ബുള്ള ആണ് ആ പണി എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു ത്രയം പറയാറുണ്ട്. എല്ലാത്തിനും ഒരു ട്രിനിറ്റി എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ വരുന്നത്. ഹി ഹു എന്ന് പറയുന്ന ഒരു ട്രിനിറ്റി സങ്കല്പമുണ്ട് ഈ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ. അതെന്താണ്? അതായത് ഹമാസ്, ഹിസ്ബുള്ള, പിന്നെ ഹൂത്തികൾ, ഈ 3 കൂട്ടം ആളുകളാണ് ഈ പരിപാടി ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഹൂത്തികളുടെ കാറ്റ് ഏതാണ്ട് പോയിട്ടുണ്ട്. ഹമാസിൻ്റെ കാറ്റ് ഇതേ ഇപ്പം തീർന്നു. ഇനി ഉള്ളത് തീരാൻ കിടക്കുന്നത് ഹിസ്ബുള്ളയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് സ്വാഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനം ഉണ്ടാവാൻ പോകുന്നത് ഒരു സമാധാന അന്തരീക്ഷമാണ്. അപ്പോൾ അതിൽ ഹമാസ് മാത്രമല്ല തീരാൻ പോകുന്നത്, ഹിസ്ബുള്ളയും കൂടിയാണ് എന്നുമാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല ഒരു സാധ്യത, ഈ പറയുന്ന യുദ്ധം അത് ഇനിയും മാസങ്ങൾ നീണ്ടു നിൽക്കുമെന്നുള്ളതാണ് ഇതിനോടകം തന്നെ ആളുകൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. 7 മാസം 8 മാസമൊക്കെ എടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ആ മാസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിനി കാണാൻ സാധിക്കുക ലെബനോനിലും ഇതിൻ്റെ അലയൊലികൾ ഉണ്ടാകാനും അവിടെയും ഹിസ്ബുള്ളയെ തേടിക്കൊണ്ട് അവിടെയും അക്രമങ്ങൾ നടക്കാനുള്ള സാധ്യതയാണ് ഇവിടെ മുന്നിൽ കാണുന്നത്. ഒന്നെങ്കിൽ ലെബനോൻ തന്നെ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കും. നമ്മൾ ഈജിപ്ഷ്യൻസ് ആയിട്ടുള്ള അവിടുത്തെ ആളുകൾ അവിടേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് അവിടെ അതിനകത്ത് നിന്നുകൊണ്ട് മുസ്ലിം ബ്രദർഹുഡും ആ ടീമും അതോടൊപ്പം നമ്മുടെ ഗാസയിലുള്ള ഹമാസും കൂടി ചേർന്നുകൊണ്ട് അവിടെ നടത്തുന്ന പരിപാടിയെ എങ്ങനെയാണോ ഈജിപ്ഷ്യൻ സർക്കാർ കുറേയൊക്കെ നേരിടാൻ ശ്രമിക്കുന്നത്, സമാനമായ രീതിയിൽ ലെബനോനിലും അതുപോലെയുള്ള കാര്യങ്ങൾ നടക്കാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ എത്രത്തോളം ഉണ്ടെന്നുള്ളത് കണ്ടറിയണം. എന്നാൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ സെൻട്രൽ പ്രദേശത്തേക്ക് വരെ, നോർത്തേൺ റീജിയൻ മാത്രമല്ല സെൻട്രൽ റീജിയനിലേക്ക് വരെ എത്തുന്ന രീതിയിലേക്ക് മിസൈലുകൾ തുരുതര വിട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഏതാണ്ട് 100ഓളം മിസൈലുകളാണ് ഇന്നൊരൊറ്റ ദിവസം ഇട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ വിഷ്വൽസ് ആണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്. ബാക്കി After Israel eliminated the most senior Hezbollah commander killed in the war. Chris Mitchell, CBN News, Jerusalem. Truth has been turned upside down in this, and you look at the propaganda machine coming out of Hamas, and you just shake your head. Why in the world is anyone buying it? When you look back at the history here, and it's just since October, when they started saying, well, Israel has bombed a hospital and 500 people were killed, and this is according to the Gaza Ministry of Health. The entire story turned out to be false, but the world's press
printed that thing, and it went around the world. And it turns out there was a rocket from Hamas. It wasn't anything having to do with the IDF at all. It exploded in the parking lot. It didn't hit the hospital. All of these things were the truth, but that lie went around the world. It's still happening today. And when you look at the current reports that there should be world celebration that hostages were released, instead, everyone wants to talk about the, quote, innocent civilians who died during the IDF raid to release the hostages. Why aren't we asking, why did Hamas take hostages in the first place? Why aren't we acknowledging that is a war crime in and of itself, regardless of anything else they've ever done? When you use civilians as human shields, again, that is a war crime. Why is Hamas getting away with this? When will we ever wake up that all of these things are lies? They're being very intentional in their social media posts. They're trying to push our buttons, and they're trying to trigger us into some kind of false sympathy for their cause. They are using humans, and they're sacrificing them for this larger ideology that Israel should be wiped off the map. Let's wake up to it and say, no, not on our watch. You don't get to do this. The entire world vowed after the Holocaust, never again. We're on the border, the threshold right now of yet another one with a group that has vowed to repeat October 7 again and again and again. Let's this generation say, no, not on our watch. You don't get away with this. You don't get to exist anymore, and we're not going to believe your lies. I'm not the only one that shares this. My co-host was in the middle of that piece, and she was reacting. What do you think of this current report? Well, what I said as we were chatting was, why are we negotiating with a murderer? Why are we negotiating with terrorism? Isn't that U.S. policy that we do not negotiate with terrorists? And that's exactly what it seems like we're doing. And it's just, I just shake my head. I'm like, why is this happening? It's horrific. It's really horrific. The leaders of Hamas are murderers. They're terrorists, and we're negotiating with them. And I don't think we should be doing that. That's my rare opinion that happens. That's not so rare. It's but rare anyway, when I give my opinion on these matters. I appreciate it. And Yeah. Let's underline that. Why in the world are we negotiating with terrorists? It has been U.S. policy. We don't ever do that. And to not just negotiate with them, but, let's come alongside them and advance their agenda and say, okay, at the end of this, we're going to have a two-state solution. It's going to be on our terms, not on Israel's negotiated terms. We're going to reward the terrorist acts of October 7th. No, that shouldn't happen. We need to have absolute moral clarity on this. No, not on our watch. ഇതിൽ നമ്മൾ എടുത്തു പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ പതിയേണ്ട ഒരുപാട് കാര്യങ്ങളുള്ളതിൽ ഏറ്റവും ആദ്യത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് അത് ഈ ഒരു വിഷയമാണ്. ഈ യുദ്ധം അവസാനിക്കാനുള്ള വഴികൾ എന്ത് എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഒരേ ഒരു കാര്യമാണ്, ഹോസ്റ്റേഴ്സിനെ വിട്ട് കൊടുക്കുക എന്നത്. അത് അല്ലാതെ അത് വെച്ചുകൊണ്ട് വില പേശുന്നൊരു പരിപാടി ഇവിടെ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് തുടക്കം മുതൽ അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 4 പേരെ രക്ഷിച്ചുകൊണ്ട് പോകുമ്പോഴും നമ്മൾ പറഞ്ഞു അത് എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ചോദിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഈ ഹമാസ് മുന്നോട്ട് വെക്കുന്ന ആ ഒരു പീസ് ഡീൽ അല്ലെങ്കിൽ സീസ് ഫയർ ഡീൽ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഹോസ്റ്റേഴ്സിന് പകരം ഇസ്രായേലിൻ്റെ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന 50 ടെററിസ്റ്റുകളെ ഇതുപോലെ ഇസ്രായേലിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെ ചില കുൽസിത പ്രവൃത്തികൾ ഒപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് അവിടെ പിടിയിലായിട്ട് അവിടെ ജയിലിൽ കഴിയുന്ന 50 പേരെ ഓരോ ആൾക്ക് പകരം തിരിച്ചു വിട്ടുകൊടുക്കണം. ഇതാണ് ഒരു ഡീല്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇസ്രായേൽ വെറുതെ ആളുകളെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ മനഃപൂർവ്വം ആളുകളെ അങ്ങനെ എടുത്ത് പിടിച്ചു വെക്കുന്നു, അതുകൊണ്ടാണ് ഇതിങ്ങനെ ആവശ്യപ്പെടുന്നത് എന്നത് നിങ്ങൾക്ക് ആലോചിച്ച് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതല്ല അവിടെ നടക്കുന്നത്.
അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇതിൻ്റെ തംനെയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന, ഞാൻ ആ തംനെയിലൊക്കെ അങ്ങനെ ഇടാൻ കാരണം ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ട് അത് വലിയ പ്രശ്നമായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ എക്സ്പ്ലിസിറ്റ് ആയിട്ടൊന്നും നമ്മൾ പറയുന്നില്ല. പറയാനുള്ള കാര്യം നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മതിയല്ലോ, ബാക്കി നിങ്ങൾ ഊഹിച്ചെടുത്താൽ മതി. ആ തംനെയിൽ കൊടുത്തിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് യഹ്യ സിൻവർ എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹമാസ് ഇസ്രായേൽ വിഷയത്തിൻ്റെ അതിൻ്റെ തുടക്കം എന്ന് നമുക്ക് പറയാവുന്ന ഒക്ടോബർ 7 ആ ഒരു ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ മാസ്റ്റർ മൈൻഡാണ്. പുള്ളിയാണ് ഏതാണ്ട് 6-7 വർഷത്തോളം കുത്തിയിരുന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്ത് പദ്ധതി തയ്യാറാക്കി ഇത് ഇന്ന് എക്സിക്യൂട്ട് ചെയ്തെടുത്തത്. ആ ഒരു പദ്ധതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒന്നാം തരം തക്കിയ തന്നെയായിരുന്നു. അതായത് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഹമാസിൻ്റെ ചാർട്ടറിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ആ ചാർട്ടറിൻ്റെ പ്രിയാമ്പിൾ, അതിൻ്റെ തുടക്കത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇസ്രായേൽ വിൽ സീസ് ടു എക്സിസ്റ്റ് അൺടിൽ ഇസ്ലാം ഒബ്ലിറ്ററേറ്റഡ് എന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് ഇറ്റ്, അല്ലാതെ പലസ്തീൻ ഒബ്ലിറ്ററേറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഹമാസ് ഒബ്ലിറ്ററേറ്റ് ചെയ്യുന്നോ ഒന്നും അല്ല അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇസ്ലാം എന്ന് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ വിഷയത്തിൻ്റെ പിന്നിൽ മതമാണെന്ന് പറയാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ അതിനൊരു ഉദാഹരണം, അല്ലെങ്കിൽ അതിനൊരു തെളിവ് ഇതൊക്കെയായിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ എഴുതി വെക്കുന്നു? അതൊരു വലിയ പ്രശ്നമാവുന്നു. ഈ റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നെഹർ വൽ ബഹർ എന്ന, അങ്ങനെ ആ നെഹറും ബഹറും എന്നാണ് പറയുക. അത് അറബിയിൽ പറയുമ്പോൾ അത് റൈം ചെയ്ത് വരുന്ന 2 വാക്കുകളാണ്. അതും കൂടിയാണ് അവിടെ രസം. അങ്ങനെ 2 ജോർദാൻ നദിയും ഇപ്പുറത്ത് നമ്മൾ മെഡിറ്ററേനിയൻ കടലും, ഈ 2 കടലിൻ്റെ ഇടയിലുള്ള ഭാഗം മുഴുവനും നമ്മൾ പലസ്തീനാക്കും എന്നുള്ള ഒരു ജനോസൈഡ് കോൾ അതവിടെ നടത്തിക്കൊണ്ട് കാര്യങ്ങൾ വെക്കുന്നു. അതിനുവേണ്ടി അവർ എടുക്കുന്നത് പഴയ ചരിത്രമാണെന്നൊക്കെ നമ്മൾ പറയുന്നു. അപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഒരു സമാധാനം അവിടെ പുലരണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ട്. ആ സാഹചര്യം അവിടെ സമാധാനപൂർവ്വമായിരുന്നു, ഗാസ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്ന് ഞാനല്ല പറയുന്നത്. ഇന്നിപ്പോൾ ആ ഗാസയിൽ എല്ലാം തവിടുപൊടിയായിട്ട് കിടക്കുമ്പോൾ ഇന്ന് ഈ ഗാസയെ സ്നേഹിക്കുന്ന ആളുകൾ, പാലസ്തീനികളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ആളുകൾ വന്ന് സ്വയം പറഞ്ഞ് ഏറ്റുപറയുന്ന കാര്യമാണ് ഗാസ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇസ്രായേൽ വന്ന് എല്ലാം നശിപ്പിച്ചു എന്ന് ഇന്ന് ഇപ്പോൾ അവർ പറഞ്ഞു വെക്കുകയാണ്. നമ്മളല്ല പറയുന്നത്. ഇതേ ആളുകൾ ഈ ഒക്ടോബർ 7 മുന്നേ പറഞ്ഞിരുന്നത് ഗാസ ഒരു ഓപ്പൺ പ്രിസൺ ആയിരുന്നു എന്നായിരുന്നു, ഓപ്പൺ എയർ പ്രിസൺ. ഇപ്പോൾ അത് പറയാറില്ല. ഇപ്പോൾ അത് പറഞ്ഞാൽ ഈ സാധനം പൊളിയും. അപ്പോൾ എല്ലാം ഇവർ തന്നെ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സെൽഫ് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട്, സെൽഫ് ഡിഫീറ്റിംഗ് ആയിട്ട് വരുന്നത് നമുക്കിവിടെ കാണാം. എന്തായാലും ഒന്നുകിൽ നിങ്ങൾ നിലവിലെ സാഹചര്യത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരു സമാധാനം അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരിക, ഒന്നുകിൽ ചെയ്യേണ്ടത് അതാണ്. ഇനി അതല്ല, നിങ്ങൾ ചരിത്രം കുഴിച്ചേ അത് ചെയ്യൂ എന്നാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ചരിത്രം കുഴിക്കുമ്പോൾ എവിടം വരെ നിങ്ങൾ ചരിത്രം കുഴിക്കുമെന്നുള്ളത് ആദ്യം തീരുമാനിക്കുക. അങ്ങനെ നിങ്ങൾക്ക് സൗകര്യമുള്ളിടത്ത് കൊണ്ടുപോയി ചരിത്രം കുഴിച്ച് നിർത്താൻ ആണ് ഉദ്ദേശിക്കുന്നതിനെ അത് നടക്കില്ല. ഇവിടെ ചില ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ തെളിവ് അത് കിതാബി എന്നുള്ള തെളിവല്ലേ, വേറെ എന്താണ് തെളിവുള്ളത് എന്നൊക്കെ ചോദിക്കുന്നത് ചില സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകൾ പോലും ചോദിച്ചു വെക്കുന്നതൊക്കെ കണ്ടു. കിതാബിൽ അതല്ലെങ്കിൽ മത കിതാബിലുള്ള തെളിവുകൾ മാത്രമല്ല, ആർക്കിയോളജിക്കൽ എവിഡൻസ് വരെയുള്ള സംഗതികൾ തന്നെയാണ് ജൂതന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്നാൽ ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഞങ്ങൾക്ക് പണ്ട് അങ്ങനെ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ല അവരവിടെ നിലനിൽക്കാൻ ഉള്ള കാരണം നിരത്തുന്നത് പോലും. നിലവിലത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ ഒരു പീസ് ഡീൽ, അത് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ആണെങ്കിൽ അങ്ങനെ. ഇനി അതല്ല, നിങ്ങൾക്ക് ഒറ്റ സ്റ്റേറ്റ് ആയിട്ട് തന്നെയാണ്, എന്നാൽ ഇതിനോടകം തന്നെ 20% ആളുകൾ, അറബ് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ ഇസ്രായേലിനകത്ത് ഈ പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് വന്ന് സമാധാനം കാക്ഷിച്ച് അവർ ഇസ്രായേലിൽ ജീവിക്കുന്നു, അതേപോലെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ജീവിക്കാം എന്ന് പറയുമ്പോൾ, അതിനുള്ള എല്ലാ സൗകര്യവും ചെയ്തു തരും എന്നും അവർ പറയുമ്പോൾ, ഇസ്രായേലി പൗരത്വം കൂടി കൊടുക്കാനും അവർ തയ്യാറായിരുന്നു എന്നും വരുമ്പോൾ അത് പറ്റില്ല. ജൂതന്മാരെ പാടില്ല, ഞങ്ങളുടെ കിതാബിൽ കല്ലിൻ്റെ പിന്നിൽ ജൂതന് ഒളിക്കും, അങ്ങനെ അവസാനത്തെ ജൂതനെ കൊന്നാലാണ് ഇവിടെ ലോകാവസാനം പോലും ഉണ്ടാവുള്ളൂ എന്നത് ഇവിടെ സ്ഥാപിക്കണം, അല്ലെങ്കിൽ അത് പുലരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് നടക്കുന്ന ആ ഒരു കാഴ്ച വരുമ്പോൾ അവിടെ എങ്ങനെയാണ് പിന്നെ സമാധാനം പുലരുക? അപ്പോൾ ഒന്നുകിൽ ചരിത്രം പറഞ്ഞിട്ട് നിങ്ങൾ ഇത് സോൾവ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഖുർആൻ എടുത്തിട്ട് ഖുർആനിൽ ഒരു തവണയെങ്കിലും പാലസ്തീൻ എന്നുള്ളൊരു വാക്ക് നിങ്ങൾ കാണിച്ചു തരാം. എന്നാൽ 10, 30, 40 തവണ നിങ്ങൾക്ക് ഇസ്രായേൽ എന്നുള്ള വാക്ക് കാണാം. ഇസ്രായേൽ എന്നുള്ള ദേശത്തെക്കുറിച്ചും ഇസ്രായേലി ജനതയെക്കുറിച്ചും എല്ലാം നിങ്ങൾക്ക് അവിടെ വിവരിക്കുന്നതും പരാമർശിക്കുന്നതും നിങ്ങൾക്ക് കാണാം. അപ്പോൾ മത കിതാബിലെ സാധനം എടുത്തിട്ട് മുന്നോട്ട് പോയില്ല എന്നാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, എന്നാൽ പിന്നെ അടുത്ത ഓപ്ഷൻ നിങ്ങൾ എടുക്കുക. അത് നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാനൊക്കെ വിഭജനം നടത്തി നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോയത് ആ രീതിയിൽ പോകാനാണ്. എന്തോ തന്നെയായാലും നിലവിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത് ഹോസ്റ്റേഴ്സിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യമേ ഉള്ളൂ ബാക്കി എന്നത് തന്നെയാണ്. അതല്ലാതെയുള്ള ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും
ആരും തയ്യാറാകേണ്ടതും ഇല്ല എന്ന് തന്നെ. കാരണം നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളെയാണ് ഇതുപോലെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് എന്ന് വിചാരിക്കുക. നിങ്ങളുടെ അമ്മയെ, അതല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരി, ഭാര്യ, ഇതുപോലെയുള്ള പെണ്ണുങ്ങളെ തന്നെയാണ് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഭൂരിപക്ഷവും അവിടെ കാണുന്നത് അവിടെ സ്ത്രീകൾ തന്നെയാണ്. അവരെ അവിടെ ഇന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് ലൈംഗിക അടിമകൾ പോലും ആക്കി അവിടെ വെച്ചിരിക്കുന്നു. സബയ എന്നാണ് അവർ വിളിക്കുന്നത് പോലും. അങ്ങനെ ഇസ്രായേലിൽ ഒക്ടോബർ 7 കടന്നു വന്ന് ഇതുപോലെ പിടിച്ച് അവരുടെ ട്രക്കിലുമൊക്കെ ഇട്ട് തിരിച്ചു കൊണ്ടുപോയി അവർ തിരിച്ച് ഗാസയിൽ എത്തിയതിന് ശേഷം പരസ്പരം ഗാസൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വാപ്പയും മോനും അനിയനും ചേട്ടനും ഒക്കെ തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നത് ഇസ്രായേൽ അവിടെ IDF അവിടെ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഓഡിയോ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ അവർ ഉപയോഗിക്കുന്ന വാക്ക് സബയ എന്നാണ്. അതായത് യുദ്ധ കൊള്ള മുതൽ അല്ലെങ്കിൽ അടിമ വലങ്കൈ ഉടമപ്പെടുത്തിയവളെന്നൊക്കെ നമ്മൾ ഖുറാനിൽ പറയുന്ന അതേ വാക്കുകൾ, ആ അർത്ഥം അത് തന്നെയാണ് അവരവിടെ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ പറഞ്ഞത് അവർ കാഫിറുകളായതുകൊണ്ട്, മുസ്ലിം അല്ലാത്തതുകൊണ്ട് അങ്ങനെ ആക്കാനുള്ള അവകാശം ഇസ്ലാം വെച്ച് കൊടുക്കുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ കാരണം. അത് തന്നെയാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പറയേണ്ടതായിട്ട് വരുന്നത്. എന്നാൽ പോലും അതൊക്കെ മാറ്റി വെച്ചിട്ട് സമാധാനം വേണോ, എന്ത് ചെയ്യും? അവിടെയാണ് ഈ സിൻവറിനെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ ഒരു ഹോസ്റ്റേജ് ഡീല് പണ്ട് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് 22 വർഷത്തോളം ഇസ്രായേലി ജയിലിൽ ഇതുപോലെ ഒരു ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ചു എന്നതിൻ്റെ പേരിൽ അകത്തായതിനു ശേഷം അവിടെ നിന്നും ഹോസ്റ്റേജ് ഡീലിൽ പുറത്തേക്ക് വരികയും അങ്ങനെ വന്ന് 6-7 വർഷം ഇരുന്നുകൊണ്ട് ഈ ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുമെന്ന അതിൻ്റെ ആ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന സാധനം പോലും എടുത്തു മാറ്റി ഞങ്ങളത് അമൻഡ് ചെയ്തു എന്നൊക്കെ വരുത്തി തീർത്ത് തക്കിയ കളിച്ച് ഞങ്ങളിപ്പോൾ നല്ലവനാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കിപ്പോൾ ജൂതവിരുദ്ധത ഇല്ല എന്ന് വരെ പറഞ്ഞ് വരുത്തിയിട്ട് അവസാനം ഒക്ടോബർ 7 ചെയ്തത് എന്താണ്? 6 വർഷത്തെ നീണ്ട ഒരു വലിയ തയ്യാറെടുപ്പ് തന്നെയായിരുന്നു അതിനുവേണ്ടി നടത്തിയത്. ആ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിരുന്നു തക്കിയ പോലും എന്നുമാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. അതിന് ഇസ്രായേലിലേക്ക് ജോലിക്ക് എന്നോണം ഈ ഗാസയിൽ നിന്ന് പോയിരുന്ന ആളുകൾ, അവരുടെ ഡെയിലി പാസ് ഉപയോഗിച്ചുകൊണ്ട് പോയിരുന്ന ആളുകൾ, അവർ ആ സ്ഥലം മനസ്സിലാക്കിയ ആളുകൾ, അവർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്, ഇത് ഇന്ന സ്ഥലത്ത് ഇന്ന ആൾ ഇവരെ വെടിവെക്കൂ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഒക്ടോബർ 7 അവിടെ വെടിവെച്ച് കുട്ടികളെ അടക്കം കൊന്നു തള്ളിയത്, സ്ത്രീകളെ അടക്കം തുരുതുര വെടിവെച്ചിട്ടത്, ബലാത്സംഗം ചെയ്ത് കൊണ്ടുപോയത് നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം നോവ ആ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ പറഞ്ഞത് കേട്ടു. അതുകൂടാതെ മറ്റു പല ആളുകളെക്കുറിച്ച് നമ്മളിവിടെ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും 150-150 ആളുകൾ അവിടെ ഹോസ്റ്റേഴ്സായിട്ട് ഇപ്പോഴും അവിടെ ഉണ്ട്. അവരെ തിരിച്ചു കിട്ടേണ്ടതുണ്ട്. അതൊരു വലിയ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. ഇനി ഇതിലേക്ക് പോകുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നത്, ഇന്ന് ഇപ്പോൾ ലെബനോൻ അവിടെ യുദ്ധം അവിടെ അഴിച്ചുവിട്ടു, ഹിസ്ബുള്ള അവിടെ അഴിച്ചുവിട്ടു എന്ന് നമ്മൾ പറഞ്ഞു. കുറേ ബോംബ്, 100 കണക്കിന് റോക്കറ്റുകളാണ് അവിടെ വിട്ടത് എന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നത് എങ്ങനെയാണ്? അതാണ് ഇതിൽ ഏറ്റവും അടുത്ത ഒരു തമാശ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു പരസ്യമാണ്. ഈ പരസ്യം എന്തിൻ്റെ പരസ്യമാണ്? നമ്മൾ സാധാരണ മറ്റേ ജോയ് ആലുക്കാസിൻ്റെ ഭീമ ജ്വല്ലറി അതിൻ്റെയൊക്കെ പരസ്യം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് അതേപോലെ ഒരു പരസ്യമാണ് ഈ എഴുതി വച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്, അറിയാൻ കഴിഞ്ഞത്. ഈ പരസ്യം ഹൈഫ എന്ന് പറയുന്ന ഇസ്രായേലിലെ ഒരു സെൻട്രൽ ടൗൺ ആണ്. ആ ടൗണിലേക്ക് ഇതുപോലെ ഞങ്ങൾ ബോംബിടാൻ പോകുന്നു എന്ന് പറയുകയും, അത് ഇന്നിപ്പോൾ ചിത്രം വരയ്ക്കാനൊക്കെ എളുപ്പമാണല്ലോ, ആ ചിത്രമൊക്കെ ഇതുപോലെ ഫോട്ടോഷോപ്പൊക്കെ വെച്ച് വരച്ച് അതിൻ്റെ ചിത്രം ഇട്ട് ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞിട്ട് പറത്തി വിട്ടിരിക്കുകയാണ് ചിത്രം. ഇങ്ങനെ നിങ്ങളെ തകർക്കാൻ പോവുകയാണ് എന്ന്. അപ്പോൾ ഇവരെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം സിവിലിയൻസിൻ്റെ ഇടയിലേക്കാണ് ഈ വിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ചിത്രമാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് എന്താണ്? സിവിലിയൻസിനെ ആക്രമിക്കുന്നു എന്നായിരുന്നു ഇവർ പറഞ്ഞുകൊണ്ട് കാണുന്നത്. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ഹൈഫ എന്ന് പറയുന്ന ഇതുപോലെ ആളുകൾ തിങ്ങി പാർക്കുന്ന ആ ഒരു ഏരിയയിലേക്ക്, സിവിലിയൻസിൻ്റെ ഇടയിലേക്ക് ഇത് പറഞ്ഞ് ഇതുപോലെ റോക്കറ്റ് വിടുന്നു. അത് മിസൈൽ വിട്ട് അതിൻ്റെ ചിത്രം വരച്ച് പരസ്യം ചെയ്ത് ഇത് ഞങ്ങൾ വിടാൻ പോകണു എന്നും പറഞ്ഞിട്ടാണ് പരിപാടി ഒപ്പിക്കുന്നത്. ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഈ ഹമാസിക്കമാർ സ്വാഹ ആകാനുള്ള മറ്റൊരു കാരണം ഇതൊക്കെ തന്നെയാണ്. ഇവരുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയാണ്. ഏറ്റവും വലിയ കള്ളത്തരം എന്ന് പറയുന്നത് ഈ സിൻവർ എന്തുകൊണ്ടാണ്, യഹിയ സിൻവറിൻ്റെ നേതൃത്വത്തിലുള്ള ഹമാസിൻ്റെ നേതൃത്വം എന്തുകൊണ്ടാണ് ഈ ഓരോ പീസ് ഡീൽസും ഈ സീസ് ഫയർ ഡീൽസും ഇതുപോലെ വൈകിപ്പിക്കുന്നത്, ഓരോ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞിട്ട് അതിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ടാണ് ഇതുപോലെ പുറത്തു വന്നത്. ഇവിടെ സൂചിപ്പിച്ചത് നോ ബ്ലഡ് നോ ന്യൂസ്. അതായത് ഹമാസിന് വേണ്ടത് പലസ്തീനിയൻ ജനതയുടെ ചോര തന്നെയാണ്. അവരെ കൊലയ്ക്ക് കൊടുക്കുന്നത് അത് ഇതേ ഹമാസ് തന്നെയാണ്. അത് മനഃപൂർവ്വം കൊടുക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്?
അങ്ങനെ കൊടുത്ത് അതിലൂടെ ഉണ്ടാകുന്ന ആ ഒരു ഇൻ്റർനാഷണൽ പ്രഷർ അത് ഇസ്രായേലിന് നേരെ തിരിച്ചു വിട്ടുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുക. അതിലേറ്റവും പ്രധാനം സാമ്പത്തിക ലാഭം തന്നെയാണ്. ഇതിനോടകം തന്നെ ഇത്ര നാൾ ലഭിച്ചുകൊണ്ടിരുന്ന ആ സാമ്പത്തിക സഹായങ്ങളെല്ലാം തന്നെ അവർ ഉപയോഗിച്ചത് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനാണ്. ലോകത്തെ സമ്പന്നരായിട്ടുള്ള ആളുകളെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ ഈ ഹമാസിൻ്റെ നേതാക്കളാണ് ആദ്യത്തെ 10-100 പേരുടെ ലിസ്റ്റിൽ പോലും ഇടം പിടിക്കുന്നത് എന്ന് വരുന്നിടത്താണ് എങ്ങനെയാണ്, എന്ത് കച്ചവടം ചെയ്തിട്ടാണ് ഇവർ ഇതുപോലെ വലിയ കോടീശ്വരന്മാരായത് എന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത്. അതായത് ഗാസയിലെ ജനതയ്ക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരുന്ന സാധനം, ആ പൈസയാണ് ഇവർ ഇതേപോലെ ദുരുപയോഗം ചെയ്തിരുന്നത് എന്നറിയുമ്പോഴാണ് ഇതിൻ്റെ ആ പ്രശ്നം നിങ്ങൾ തിരിച്ചറിയേണ്ടി വരിക. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇതിൽ മറ്റൊരു ചിത്രം നിങ്ങൾക്ക് കാണാം. ഇന്നത്തെ ആ ഒരു വീഡിയോടെയാണ് ലെബനോനിൽ നിന്നും ഇസ്രായേലിലേക്ക് തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുന്ന 100 കണക്കിന് ആ പറയുന്ന സാധനം, നമ്മളുടെ റോക്കറ്റ് എന്ന് പറയുന്ന സാധനം. ഇതിന്ന് പകല് മുഴുവൻ ഇത് തന്നെയായിരുന്നു എന്നാണ് പരിപാടി. ഇതുപോലെ പല വീഡിയോസ് ഞാൻ നേരത്തെയും കാണിച്ചു തന്നു. ഇനിയും ഇതുപോലെ കാണിച്ച് നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല. എന്തായാലും ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു വീഡിയോ കൂടി ഒന്ന് കാണിച്ചേക്കാം. അതായത് സിവിലിയൻസിൻ്റെ ഇടയിലേക്ക് എങ്ങനെയാണ് ഈ സാധനം വിടുന്നത് എന്നുള്ളത്. അതായത് ഇസ്രായേലിൻ്റെ കയ്യിൽ നമ്മൾ ആ പറയുന്ന ആ ഒരു അയൺ ഡോം എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ ഓക്കെ, ഈ ട്രസ്റ്റ് ഇൻ സയൻസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു സാക്ഷ്യം കൂടിയാണ് കേട്ടോ ഈ കാണുന്നത്. അതായത് ഈ റോക്കറ്റ് വരുമ്പോൾ, ഇതുപോലെ സാധനങ്ങൾ പാഞ്ഞു വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ അയൺ ഡോം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ ഇരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവർ ജീവനും കൊണ്ട് ഓടും. ഇതിപ്പോൾ അവരങ്ങനെയല്ല, ഇവർക്ക് അറിയാം അവിടെ ഒരു ബോംബ് ഷെൽട്ടേഴ്സ് അവർ പണിതിട്ടിട്ടുണ്ട്, അതിലേക്കാണ് ഓടി ഒളിക്കുന്നത്. പക്ഷേ അതിലേക്ക് ഓടുന്നതിനും അവർ സമയമെടുത്ത് ചെയ്യുന്നത് എങ്ങനെ, അതിനൊരു സാവകാശം കിട്ടുന്നത് എന്തുകൊണ്ട്? കാരണം ഈ അയൺ ഡോം എന്ന് പറയുന്ന സാധനം അതില്ലായിരുന്നുണ്ടെങ്കിൽ ഇസ്രായേലി ജനത എങ്ങനെ ജീവിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. താഴെ നിന്നും ഹമാസിൻ്റെ വക, മോളിൽ നിന്നും ഈ ഹിസ്ബുള്ളയുടെ വക, ഇനി അപ്പുറത്തൂടെ നമ്മൾ ബോട്ട് ഓടിച്ചു പോകാമെന്ന് വിചാരിച്ചാൽ ഹൂത്തികളുടെ വക. എങ്ങനെ നോക്കിയാലും ബോംബും മിസൈലും അവിടെ ഫറലാണ്. ഇതാണ് അവസ്ഥ. എന്നിട്ട് പറയും ഇസ്രായേലാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു നുണയും ഇതുപോലുള്ള കാര്യങ്ങളും വിശ്വസിച്ച കാര്യങ്ങളും മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റില്ല. ഞാൻ ഇതിനു മുന്നേ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു ഹോസ്പിറ്റൽ, ഗാസ സിറ്റി ഹോസ്പിറ്റലിൽ ഇസ്രായേൽ ബോംബിട്ട് 500ഓളം പേര് മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഇവിടെ നേരത്തെ മറ്റേ വാർത്തയിൽ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ചെയ്തതാണ്. എന്തായിരുന്നു അത്? ഹമാസ് തന്നെ തൊടുത്തുവിട്ട ഇതേപോലെ ഈ തൊടുത്തുവിടുന്ന റോക്കറ്റുകൾ അത് തിരിച്ച് മൂട്ടിൽ വീണ് പൊട്ടുകയാണ്. അങ്ങനെ പൊട്ടുന്ന സാധനം വീണാണ് അവിടെ ആളുകൾ മരിച്ചത്. അത് 500 പേര് മരിച്ചെന്ന് കണക്കുമില്ല. കാരണം അത് ഇസ്രായേൽ വീണപ്പോഴാണ് 500 എന്ന് പറഞ്ഞു പരത്തിയത്. അത് അവരുടെ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ 500 പേരില്ല എന്നാക്കി മാറ്റിയതും ഇവിടെ നമ്മൾ കണ്ടു. ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ റാഫ, അവിടെ നമ്മൾ കണ്ടു എന്താണ് അവിടെ സംഭവിച്ചത്. അവിടെയും ഈ പറയുന്ന സെറ്റിൽമെൻറ്റ് ഏരിയ, അതായത് ഒരു ഹ്യൂമാനിറ്റേറിയൻ പോസ്റ്റിന് അവിടെ ആളുകൾ അവർക്ക് ഭക്ഷണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ പാർപ്പിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ, ഒരു സേഫ് സോൺ എന്നുള്ള രീതിയിൽ പാർപ്പിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ കൊണ്ടുവന്നിട്ട് ആയുധങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നു. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഈ പറയുന്ന വാണം വിടുന്ന പരിപാടി. തിരിച്ച് ആ സംഗതി ലക്ഷ്യമാക്കിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന 2 ഭീകരവാദികളെ ലക്ഷ്യമിട്ടുകൊണ്ട് അവിടെ ആക്രമണം നടത്തുമ്പോൾ അടുത്തുണ്ടായിരുന്ന ഈ ആയുധ ശേഖരത്തിന് തീ പിടിക്കുകയും അത് പടർന്ന് അപ്പുറത്തുണ്ടായിരുന്ന 10-40ഓളം ആളുകൾ വെന്ത് മരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ കുറ്റവും ആരുടെ തലയിലേക്കാണ്? അതും ഇസ്രായേലിൻ്റെ തലയിലേക്ക്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ കുക്കപ്പ് ചെയ്ത സ്റ്റോറി എന്ന് പറഞ്ഞു വരും. എന്നാൽ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, ആ അന്വേഷണം എന്ന് പറഞ്ഞാൽ ഗാസൻ ഇത് സംഭവിച്ചതിന് ശേഷം ഗാസൻ സിറ്റിസൺസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പോലെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് വോയിസ് ആയിട്ട് ഇവിടെ പുറത്തേക്ക് വിടുന്നത് നമ്മളിവിടെ കേൾപ്പിച്ചതാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ തെളിവുകൾ ശേഖരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്ര നാളും ഈ ഒരു വിഷയത്തിൽ ഹമാസ് ഇസ്രായേൽ ആ ഒരു യുദ്ധത്തിൻ്റെ ഇടയിൽ മൊത്തം നുണകൾ, പ്രൊപ്പഗൻഡ വെച്ച് തന്നെയാണ് ഇതുവരെ പോയിരുന്നത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അവിടുന്ന് മാറി എന്നതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിന് വഴിവെച്ചത് എന്ത് എന്നതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണം. അതിൽ എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മളുടെ ഒരു സീസ് ഫയർ പ്ലാൻ. ഏറ്റവും ഒടുവിൽ നമ്മൾ സംസാരിച്ചിരുന്നു, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു പദ്ധതി വരുന്നുണ്ട്, അതിലേക്കാണ് കാര്യങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ആ സംഗതിയും ഇവിടെ ഗാസൻ
സൈഡിൽ നിന്നും, നമ്മുടെ ഹമാസിൻ്റെ സൈഡിൽ നിന്നും അതും അവിടെ പൊളിയുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് വഴിവെക്കുന്നത് ആരാണ്? അതിന് വഴിവെക്കുന്നത് നമ്മളുടെ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ്. അപ്പോൾ ഹമാസ് പ്രൊപ്പോസ്ഡ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ നേരത്തെ ആ വാർത്തയിൽ പറഞ്ഞു US ഈസ് നെഗോഷിയേറ്റിംഗ് വിത്ത് ടെററിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ ചെയ്യാറില്ല, പിന്നെ എന്താണ് ഇപ്പോൾ ഇങ്ങനെ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. പോട്ടെ, എന്തു തന്നെയായാലും ഇപ്പോൾ ഏതായാലും അവരാണല്ലോ തട്ടിക്കൊണ്ടുപോയി കുറേ പേരെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ അടുത്ത് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരുന്നൊരു ദുര്യോഗം അവിടെ ഉണ്ടാകുന്നു. എന്തു തന്നെയായാലും അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്താണ് ഇവരിങ്ങനെ ഇത് ഓരോ തരത്തിലും ഇത് പറഞ്ഞു വെക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ഡിലേ ചെയ്യുന്ന പരിപാടി, അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന കാര്യം, ഇതെല്ലാം ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങി. ഇത് ഞാൻ മുഴുവൻ വായിക്കാൻ നിൽക്കുന്നില്ല. ഇതിൻ്റെ തലക്കെട്ട് തന്നെയാണ് ഇതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. നമുക്ക് വായിക്കാനുള്ളത് മറ്റൊരു ആർട്ടിക്കിളാണ്. അത് നമ്മൾ മുഴുവൻ നിന്ന് വായിക്കാൻ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട ആ വ്യക്തി എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം യഹിയ സിൻവർ തന്നെയാണ്. അപ്പോൾ യഹിയ സിൻവർ ആര് എന്ന് നിങ്ങൾക്ക് അറിയാത്ത ആളൊന്നും ആയിരിക്കില്ല, നിങ്ങൾ കണ്ടിട്ടുള്ള ആളൊക്കെ തന്നെയാണ്. ഇദ്ദേഹത്തെയാണ് നമ്മൾ യഹിയ സിൻവർ എന്ന് വിളിക്കുന്നത്. നെസസറി സാക്രിഫൈസ്, അതായത് ഗാസയിൽ മരിച്ചു വീഴുന്ന കുട്ടികൾ, അത് നമുക്ക് അത്യാവശ്യം വേണ്ട ആളുകളാണ്. എന്ന് വെച്ചാൽ ആ ഒരു ബലി അത് വേണം നമുക്ക്, എന്നാലാണ് നമ്മളെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഹമാസിൻ്റെ ചീഫ് പറഞ്ഞ കാര്യമാണ്. അത് പലസ്തീനിയൻ ഡെത്തിനെ ഉപയോഗിച്ചുകൊണ്ട് അതിന്മ പിടിച്ചുകൊണ്ട് ആ ബലത്തിൽ ഇസ്രായേലിനെ ഒതുക്കാൻ വേണ്ടി നോക്കുന്ന ഒരു കളി ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കിത് വായിക്കാം. ഇത് ജൂൺ 11, അതായത് ഇന്നിപ്പോൾ 12-ാം തീയതിയാണ്, ഇന്നലെ വന്ന റിപ്പോർട്ടാണ്. യഹിയ സിൻവർ ഹാസ് ബീൻ ബ്ലോക്കിംഗ് അറ്റംപ്റ്റ്സ് ഓഫ് സീസ് ഫയർ so that the continuing deaths of Palestinians keeps alienating Israel and benefiting Hamas. According to a report, ഇതാണ് നമ്മളുടെ വാർത്ത. യഹിയ സിൻവർ, the chief of Hamas in the Gaza Strip, has dubbed the dead Palestinians as necessary sacrifice. എങ്ങനെയാണ് ഇതുപോലെ ഇപ്പോൾ നമ്മളുടെയൊക്കെ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് ആളുകൾ മരിച്ചു വീഴുമ്പോൾ നമ്മുടെ നേതാക്കന്മാർ, ഇപ്പോൾ ഗാന്ധിജി, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ള ഏത് നേതാവും, ഇപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്, അതല്ലെങ്കിൽ അങ്ങനെ പല പല വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ മരിച്ചു വീഴുന്ന ഇന്ത്യക്കാരെക്കുറിച്ച് നമ്മളുടെ സ്വാതന്ത്ര്യ സമര നേതാക്കൾ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് പേരൊക്കെ ചാവണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് ബാക്കിയുള്ള ആളുകൾക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ഒരു ആഗോള പിക്ചർ എന്തായിരിക്കും കൊടുക്കുന്നത്? അവിടെയാണ് ഇന്ത്യയുടെ ഒരു പോളിസി ഇന്ന് ലോകം മുഴുവൻ ഇന്ന് എടുത്ത് പൊക്കി പിടിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയാറുള്ള നോൺ വയലൻസ് എന്ന് പറയുന്ന ഒരു സാധനം വേറെ എവിടെയെങ്കിലും നിങ്ങളത് കേട്ടിട്ടുണ്ടോ? സംഗതി അത് ഒരുപാട് എന്താ പറയുക, ഹൈപ്പ് വരെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാവുന്നൊരു സാധനമാണ്. അതിനോട് വിയോജിപ്പുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെയൊക്കെ പല ആളുകളെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്തൊക്കെയായാലും അതിനോട് യോജിപ്പുള്ളവരും യോജിപ്പ് ഇല്ലാത്ത ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ലോകം മൊത്തം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ അവരാദ്യം അതിൽ നിന്ന് എടുക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത് നോൺ വയലൻസ് എന്ന് പറയുന്ന ഒരു ആശയമാണ്. എന്നാൽ ഇവിടെ ഹമാസിനെ കുറിച്ച്, ഇപ്പോൾ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തെക്കുറിച്ച് ലോകം ഇനി സംസാരിക്കുമ്പോൾ അവരെടുത്ത് വെക്കാൻ പോകുന്ന വാക്കെന്ന് പറയുന്നത് നോൺ വയലൻസ് അല്ല, വയലൻസും അല്ല. അവരെടുത്ത് വെക്കാൻ പോകുന്ന വാക്കെന്ന് പറയുന്നത് നെസസറി സാക്രിഫൈസ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. ഹമാസിൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് അവർ ചാർട്ടറിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ള ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുക, അവർ ഒതുക്കുക എന്ന ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവർ കണ്ടുപിടിച്ചിട്ടുള്ളൊരു പുതിയ മാർഗം, അല്ലെങ്കിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് തന്നെ ഇവരത് പച്ചയ്ക്ക് പറഞ്ഞു ചെയ്യുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് അത് ഈ വാക്കാണ്, നെസസറി സാക്രിഫൈസ്. ഒരു അനിവാര്യമായ ഒരു ബലി എന്ന്. ആരെയാണ് ഈ ബലി കൊടുക്കുന്നത്? അപ്പോൾ അവിടെ ഒരു കാര്യം നിങ്ങൾ സമ്മതിച്ചു, ബലി തന്നെയാണ്, കൊല്ലപ്പെടലല്ല. ഒരു നെസസറി ആക്സിഡൻ്റ് എന്നോ ഒരു നെസസറി ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ഒരു മിസ്ഹാപ്പ് എന്നൊന്നും അല്ല അവിടെ പറഞ്ഞത്. അവിടെ പറഞ്ഞത് സാക്രിഫൈസ് എന്ന് തന്നെയാണ്. സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞ് ചെയ്യുന്നതാണ്. ബലി, ത്യാഗം എന്നുള്ളൊരു ലക്ഷ്യത്തിലാണല്ലോ നമ്മളത് പറയും. ഇപ്പോൾ നമ്മൾ ബലി പെരുന്നാൾ വരാൻ പോവുകയാണ്. നമ്മൾ ഇബ്രാഹിം നമ്മുടെ കുഞ്ഞിനെ അറക്കാൻ വേണ്ടി പോയ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ സംഭവിക്കുന്ന ഒരു കാര്യം, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. അത് മനഃപൂർവ്വം നമ്മളെന്തോ വലിയ സംഭവമാണ് എന്ന്, അല്ലെങ്കിൽ നമ്മളെ ചില കാര്യങ്ങൾ നേടാൻ വേണ്ടി, ഇപ്പോൾ ചില ബലികളെക്കുറിച്ച് നമ്മൾ പറയേണ്ട. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പറയാറുള്ള പലതരം ബലികളുണ്ട്. നമ്മൾ എലിയെ ബലി കൊടുക്കുന്നത് മുതൽ കോഴിയെ ബലി കൊടുക്കുന്നത് മുതൽ ആടിനെ കൊടുക്കുന്നത് മുതലൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പ്രാകൃതമായ, ഏറ്റവും
നീചമായ ഒരു ബലി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യന് ബലി കൊടുക്കുന്നതാണെന്നാണ് നമ്മൾ പറയാം. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബലി കൊടുക്കുന്നതിൽ ഏറ്റവും വൃത്തികെട്ട രൂപത്തിൽ ഇന്ന് ബലി കൊടുത്തുകൊണ്ട്, പലസ്തീനിയൻ ജനതയെ ബലി കൊടുത്തുകൊണ്ട് തങ്ങളുടെ രീതികൾ, തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ആ മനുഷ്യബലി, നരബലി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇന്ന് ഹമാസ്. അത് വെറുതെ അവരെ ടെററിസ്റ്റുകളെന്ന് മാത്രം വിളിച്ചാൽ പോരാ എന്നാണ് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത്. അവരെ നരബലി വിദ്വാൻമാരെന്നും കൂടി നമ്മൾ വിളിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അതും കൂടി ചേർത്ത് തന്നെയാണ് ഇനി പറയുള്ളൂ. ഹമാസ് നടത്തുന്നത് ഭീകരവാദം മാത്രമല്ല, നരബലി കൂടിയാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അവരുടെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പലസ്തീനിയൻ ജനതയെ ഇതുപോലെ നരബലി നടത്തുന്നു. Sinwar believes the death and destruction in Gaza benefits Hamas and harms Israel, according to a report. Sinwar is considered to be the mastermind of the all-out attack of Hamas on Israel on October 7, 2023. He has been a member of Hamas since before the terrorist group's founding in 1980s. He was imprisoned in Israel and was serving multiple life sentences for his acts. Then, after serving 22 years in prison, he was released along with 1,000 other prisoners for the release of an Israeli national held hostage in Gaza. ഞാൻ പറഞ്ഞു നേരത്തെ, ഈ ഹമാസിൻ്റെ പോരാളിയായിട്ട് പലതരം ഇതുപോലുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഇസ്രായേലിൻ്റെ പിടിയിലായ ഈ സിൻവർ 1000-ഓളം പേരെ വിട്ടയക്കുന്ന കൂട്ടത്തിൽ പുറത്തേക്ക് വന്ന ഒരു വിദ്വാനാണ്. അന്ന് ഇസ്രായേൽ വിചാരിച്ചില്ല 22 വർഷമൊക്കെ ജയിലിൽ കിടക്കുമ്പോൾ സിൻവറൊക്കെ മര്യാദക്കാരനായിട്ടുണ്ടാവുമെന്ന് ഇസ്രായേൽ അന്ന് തെറ്റിദ്ധരിച്ചു. പക്ഷേ ഒരു ഇസ്രായേലി പൗരന് വേണ്ടിയിട്ട് 1000-ഓളം ഈ ടെററിസ്റ്റുകളെ വിട്ടപ്പോൾ അതിൽപ്പെട്ട ഒരാളാണ് ഈ സിൻവർ എന്ന് വരുമ്പോൾ, ആ സിൻവറാണ് ഇന്നിപ്പോൾ ഇസ്രായേലിന് തിരിച്ചു പണി കൊടുക്കുന്നത് എന്നും വരുമ്പോൾ, ആ വിട്ടയക്കപ്പെട്ട 1000 പേരും ഇതിൽ പങ്കുണ്ട് എന്നും നമുക്ക് സംശയിക്കാൻ ഇടവരുമ്പോൾ, അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഈ ഹോസ്റ്റേജ് ഡീല് എന്ന് പറഞ്ഞുകൊണ്ട് അതിനു പകരം ഈ ആളുകളെ, ഈ പ്രിസണേഴ്സിനെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന പരിപാടിക്ക് നിൽക്കാൻ തയ്യാറാകാത്തത്. ഹോസ്റ്റേഴ്സിനെ തിരിച്ചു കിട്ടിയിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് മാത്രമല്ല, രണ്ടാമത് ഇനി ഒരു ഒക്ടോബർ 7 ഉണ്ടാകാൻ ഒരു തരത്തിലും ഹമാസിന് എല്ലും പല്ലും ബാക്കിയില്ലാത്ത രീതിയിൽ അവരെ അടിച്ചൊതുക്കും എന്നത് തന്നെയാണ് ഹമാസിൻ്റെ ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ഹമാസിന് അങ്ങനെ ഒരു രണ്ടാമതൊരു അറ്റാക്കിനുള്ള സാധ്യത, അവർക്ക് അതിനുള്ളൊരു കെൽപ്പ് ഇല്ലാതെയാക്കുക. ഇതിനോടകം തന്നെ 500-550 കിലോമീറ്ററോളം നീളം വരുന്ന അവരുടെ ആ ഒരു ടണൽ നെറ്റ്വർക്ക് അത് ഇതിനോടകം തന്നെ നശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിലൊരു വലിയ ഭാഗവും നശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അത് നശിപ്പിക്കാൻ ബാക്കി കിടക്കുന്നു. എന്തു തന്നെയായാലും അത് നശിപ്പിച്ചേ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ ആണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്, ഇതുപോലെയുള്ള ആ ഒരു ടെററിസ്റ്റ് ഒരു ഓർഗനൈസേഷനെ നിരായുധീകരിക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ഇതൊരു വാർഫെയർ അല്ല ഇവിടെ നടക്കുന്നത്, ഇത് ഭീകര ആക്രമണം തന്നെയാണ്. ഒക്ടോബർ 7 ഈ ഒരു ഹമാസ് എന്ന് പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പ് അവർ വന്ന് അറ്റാക്ക് ചെയ്തത് ഏതെങ്കിലും ഒരു സൈനിക പോസ്റ്റിനെ അല്ല. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ പാകിസ്ഥാൻകാർ ഇപ്പുറത്തേക്ക് വെടിവെക്കുന്നത് സൈനികർക്ക് നേരെയാണ്. എന്നാൽ ഇവിടെ നടന്നത് അതല്ല. ഇവിടെ ഹമാസിൻ്റെ ആളുകൾ അവിടെ ഒരു സംഗീത വിരുന്ന് നടക്കുന്ന ആ ഒരു ഏരിയയിലേക്ക്, ആ കോമ്പൗണ്ടിലേക്കാണ് ഇടിച്ചു കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ കണ്ണും മൂക്കില്ലാതെ വെടിവെച്ചിട്ടത്. എന്നിട്ട് അതിൽ നിന്നാണ് ആളുകളെ പിടിച്ചുകൊണ്ട് പോയത്. അതും കഴിഞ്ഞ് നാട്ടിലേക്ക് ഇറങ്ങിയിട്ടാണ് അവിടുന്ന് ആളുകളെ വീട്ടിൽ കയറി വെട്ടിയും കുത്തിയും വെടിവെച്ചും കുട്ടികളെ അടക്കം കൊന്നുതള്ളിയും, നമ്മൾ പറയാറുണ്ടല്ലോ മറ്റേ ശൂലത്തിൽ കുത്തി എന്നൊക്കെ പറയുന്ന ആ കാഴ്ച, അതെല്ലാം സത്യത്തിൽ ചെയ്തത് ഈ ഷവല് കൊണ്ട് വരെ ആളുകളുടെ തല വരെ കുത്തി മാറ്റുന്ന കാഴ്ച വരെ അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്തത് ഹമാസിൻ്റെ ഈ പറയുന്ന തീവ്രവാദികൾ തന്നെയാണ്, ഈ നരബലി നടത്തുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ഒരു നരബലി ഒക്ടോബർ 7 നടത്തി തന്നെയാണ് ഇവരിത് തുടങ്ങിയത്. ആ നരബലി ഇന്നിപ്പോൾ സ്വന്തം ജനതയെ ഇതുപോലെ ബലി കഴിപ്പിച്ച് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. ദ ടെററിസ്റ്റ് ഗ്രൂപ്പ് ഹമാസ് ഹാസ് റൂൾഡ് ഗാസ സിൻസ് 2007. ഇത് ആദ്യം നിങ്ങൾ കേൾക്കണം, വിശ്വാസികൾ കേൾക്കണം, ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കേൾക്കണം. അതായത് ഈ ഒക്ടോബർ 7 മുന്നേ ആ ഗാസ എന്ന് പറയുന്ന സ്ഥലം അത് ഭരിച്ചുകൊണ്ടിരുന്നത് ഈ ഹമാസ് തന്നെയായിരുന്നു. 2005 ഇസ്രായേൽ അവിടുന്ന് തിരിച്ചു പോകുന്നത്. 50,000-ഓളം വരുന്ന ഇസ്രായേലി ജനതയെ, അവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഇസ്രായേലി ജനതയെ അവിടുന്ന് പറിച്ചെടുത്തിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അത് എന്തുകൊണ്ട് അവിടെ ഇസ്രായേലികൾ അവിടെ താമസമാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഗാസ എന്ന് പറയുന്ന സ്ഥലം ഈജിപ്തിൻ്റെ കയ്യിൽ നിന്ന് ആണ് ഇസ്രായേൽ പിടിച്ചെടുക്കുന്നത്. ഇസ്രായേൽ പിടിച്ചെടുക്കുന്നത്. അങ്ങനെ ആ ഇസ്രായേൽ ഈജിപ്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഗാസയാണ് പലസ്തീനിയൻ ജനതയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയും, ആരാണ് ആദ്യമായിട്ട് പലസ്തീനിയൻ ജനതയ്ക്ക് സ്ഥലം വിട്ടുകൊടുത്തത്?
ഈജിപ്തല്ല സ്ഥലം വിട്ടുകൊടുത്തത്, ജോർദാനല്ല സ്ഥലം വിട്ടുകൊടുത്തത്, ഇസ്രായേൽ തന്നെയാണ്. എവിടുന്നാണത് പിടിച്ചെടുത്ത് അവർക്ക് കൊടുത്തത്? അത് ഈജിപ്തിൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഹമാസിൻ്റെ പാലസ്തീനിയൻ ആയിട്ടുള്ള ആളുകളുടെ സ്ഥലം എങ്ങനെയാണ് ഈജിപ്തിൻ്റെ കയ്യിലെത്തിയത്? അത് ഇവരൊരു യുദ്ധത്തിൽ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. സഹായിക്കാൻ വേണ്ടി വന്നിട്ട് തിരിച്ച് എല്ലാ സഹായം കഴിഞ്ഞ് പോകുമ്പോൾ ആ കിട്ടണ സാധനം എടുത്തിട്ട് തിരിച്ചു പോയി. ഇതാണ് ഉണ്ടായത്. അങ്ങനെ ഒരു യുദ്ധത്തിൽ സഹായിക്കാൻ വന്നിട്ട് അവരിൽ നിന്നും പിടിച്ചെടുത്ത സ്ഥലമാണ് ഈ പറയുന്ന നമ്മളുടെ ഗാസയും വെസ്റ്റ് ബാങ്ക് നമ്മളുടെ ജോർദാൻ്റെ കയ്യിലൊക്കെ ആയിരുന്നു. അവിടെ നിന്നും ഇസ്രായേലാണ് പിടിച്ചെടുത്തത്. അങ്ങനെ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ടായിരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന സ്ഥലത്ത് അവർക്ക് താമസിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. കാരണം പിടിച്ചെടുത്തത് വേറെ അറബ് രാഷ്ട്രങ്ങളുടെ കയ്യിൽ നിന്നാണ്. അവരുടെ സെറ്റിൽമെൻറ്റ്സ് അവിടെ ഉണ്ടാക്കി. എന്നിട്ടും ഇത് ഇങ്ങനെ ഒരു പീസ് ഡീലിൻ്റെ ഒരു ഘട്ടം എത്തിയപ്പോൾ അവരത് വിട്ടുകൊടുത്ത് അവിടുന്ന് 2005 പൂർണ്ണമായിട്ടും പിൻവലിയാണ് ചെയ്തത്. അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഈ പറയുന്ന ഗാസ തന്നെ, ഹമാസ് തന്നെയായിരുന്നു. ടെററിസ്റ്റ് ഗ്രൂപ്പ് ഹമാസ് റൂൾഡ് ഗാസ സിൻസ് 2007. ഇത് എത്ര പേർക്ക് അറിയാം? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. സിൻവർ took over the leadership of Hamas in Gaza in 2017. Since then, he has engaged in a policy of triggering activities that have led to casualties among the Palestinians. These casualties have in turn fueled further conflict and systematically isolated Israel on the international stage. നിങ്ങൾ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ വെടിവെപ്പും, ഇപ്പോൾ ജെനിൻ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ആളുകൾ കൊല്ലപ്പെടുന്നതും ഇസ്രായേൽ കയറി വെടിവെക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താ സംഭവിക്കുന്നത്? ഈ ബോർഡർ ക്രോസ് ചെയ്യുന്ന സ്ഥലത്തായാലും അതുപോലെ ചെക്ക് പോസ്റ്റുകളിലായാലും ഇവർ അനാവശ്യമായിട്ട് വന്നിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കും. പാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടും അവിടെ കയറി ഇറങ്ങി ജോലി ചെയ്ത് തിരിച്ചു വരാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ അത് മാന്യമായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം അവിടെ വന്നിട്ട് ഒച്ചയും ബഹളവും ഇതുപോലെ വെടിവെപ്പും ചെയ്യുന്ന പരിപാടി ഇത് തന്നെയാണ് ഈ പലസ്തീനിയൻസ് ആയിട്ടുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ പേരിൽ തിരിച്ചടികൾ ഉണ്ടാവുന്നു. അത് പിന്നെ വലിയ വിഷയമാകുന്നു. ഉടനെ അതെ ഞങ്ങൾ ഇവിടെ പൂട്ടിയിടുന്നത് ഇത് ഓപ്പൺ പ്രിസണാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രശ്നമാക്കുന്നു. ബോർഡർ അവിടെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഒരു യുദ്ധവും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ജൂതൻ അവിടെ താമസിക്കും, നിങ്ങൾ മുസ്ലിങ്ങൾ ഇപ്പുറത്തും താമസിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയുമെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു പ്രശ്നം? അത് അവർക്ക് നടക്കില്ല. കാരണം ജൂതനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാകുമ്പോൾ പിന്നെ എങ്ങനെ അത് സാധിക്കുക? അതാണ് അവിടെ സംഭവിക്കുന്നത്. ദീസ് കാഷ്വാലിറ്റീസ് ഹാവ് ഇൻ ടേൺ ഫ്യൂവൽ ഫർദർ കോൺഫ്ലിക്റ്റ് ആൻഡ് സിസ്റ്റമാറ്റിക്കലി ഐസൊലേറ്റഡ് ഇസ്രായേൽ. ഈ ഇസ്രായേലിനെ ഐസൊലേറ്റ് ചെയ്യുക ഇന്റർനാഷണൽ അരീന, ഇതാണ് അവിടുത്തെ പ്രധാന ലക്ഷ്യം. Following the October 7 stage, Sinwar has deployed the strategy at a grand scale, according to the Wall Street Journal. ഈ റിപ്പോർട്ട് വാൾ സ്ട്രീറ്റ് ജേർണലിലാണ് വന്നിരിക്കുന്നത്. Based on a review of Sinwar's messages with Hamas leadership based abroad, the newspaper has reported that he has blocked attempts at ceasefire in Gaza with the hope that the civilian deaths will benefit Hamas and harm Israel military and diplomatically. എങ്ങനെയുണ്ട്? ഇവിടെ മരിച്ചു വിടുന്നത് കുട്ടികളല്ലേ? നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഉളുപ്പുണ്ടോ ഇങ്ങനെ ഇസ്രായേലിൻ്റെ പതാകയൊക്കെ വെച്ചിരിക്കാൻ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോടാണ് എനിക്കിത് പറയാനുള്ളത്. ഹമാസിൻ്റെ ലക്ഷ്യം എന്താണ്? ഹമാസിൻ്റെ ലക്ഷ്യം ഇതാണ്: സീസ് ഫയർ ബ്ലോക്ക് ചെയ്യണം. ഹോസ്റ്റേഴ്സിന് വിട്ടുകൊടുത്താൽ യുദ്ധം അപ്പം നിൽക്കും, സ്വിച്ചിട്ട പോലെ നിൽക്കും. അത് കൊടുക്കില്ല, അത് ഡിലേ ചെയ്യും. എന്നിട്ട് മനുഷ്യ കവചം വെച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നു. അവർ താമസിക്കുന്ന ബിൽഡിങ് അത് അപ്പാർട്ട്മെൻറ്റ്സ് ആകാം, ഹോസ്പിറ്റൽസ് ആവാം, സ്കൂളാകാം, നഴ്സറി ആവാം, അതിൻ്റെ അടിയിൽ തുരങ്കം പണിത് അവിടെ ഇരുന്നിട്ട് ബോംബ് ഈ മിസൈലും വിടുന്നു. തിരിച്ചവിടെ ബോംബ് വീണ് ആളുകൾ മരിക്കുന്നു. ഇതാണ് ഉണ്ടാകുന്നത്. ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കിംഗ് ബോംബൊക്കെ ഇട്ടുകൊണ്ട് അവർ ഓടാൻ വേണ്ടി, അല്ലെങ്കിൽ രക്ഷപ്പെട്ടോളൂ ഇവിടെ പ്രശ്നമുണ്ട് എന്ന് ഇസ്രായേൽ ലഘുലേഖ വരെ വെതറിക്കൊണ്ട് ജനങ്ങളെ അറിയിച്ചിട്ട് അവിടെ ബോംബിടാൻ വേണ്ടി നോക്കുമ്പോൾ അവരുടെ വണ്ടിയുടെ ചാവി വരെ എടുത്തു വെച്ചിട്ട് പോകാൻ സമ്മതിക്കാതെ അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ നരബലിക്ക് കൂട്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ നരബലി നടത്തിക്കൊണ്ടിരുന്നതാണ് ഈ ഹമാസ്. അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ബ്ലോക്ക്ഡ് അറ്റംപ്റ്റ്സ് അറ്റ് സീസ് ഫയർ ഇൻ ഗാസ വിത്ത് ദ ഹോപ്പ് that the civilian deaths will benefit Hamas and harm Israel militarily and diplomatically. The tactic appears to be working as Israel is more isolated than ever at the international stage. അത് വർക്ക് ചെയ്തു ഇത്ര നാളും. Several countries have said they would join the case of genocide against Israel at the international case of justice. നമ്മൾ ICJയുടെ മുന്നിലുള്ള ജനോസൈഡ് കോളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്, ആ ഒരു കേസ്. അതിനകത്തേക്ക് ഒരുപാട് രാജ്യങ്ങൾ ഇനിയും ചേരുമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇറങ്ങി തിരിച്ചു. അവർക്ക് തെറ്റ് പറയാൻ കഴിയില്ല. കാരണം എല്ലാവരും കാണുന്നത് ഇങ്ങനെ ബോംബ് വീഴുന്നു, 500 പേര് ചാവുന്നു, അപ്പുറത്ത് ബോംബ് വീഴുന്നു, 40 പേര് ബന്ധു മരിക്കുന്നു. അതിന് പിന്നിൽ എന്ത് എന്നൊന്നും അന്വേഷിക്കേണ്ട, ഹ്യൂമൻ ഷീൽഡ്സിൻ്റെ കാര്യം അന്വേഷിക്കേണ്ട, ഹോസ്റ്റേഴ്സിനെ കുറിച്ച് ആരും മിണ്ടുന്നു പോലുമില്ല. ഇതാണ് അവസ്ഥ. ആൻഡ് arrest warrants against Israeli leaders have been sought at International Criminal Court. More and more countries are supporting Palestinians and condemning Israel.
അക്യൂസേഷൻസ് ഓഫ് വാർ ക്രൈംസ് ആൻഡ് ജനോസൈഡ് ആർ ഓൾസോ വൈഡ് സ്പ്രെഡ്. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഇസ്രായേൽ ഇതൊന്നും ഗവനിക്കാതെ അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഹോസ്റ്റേഴ്സ്, നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ ഉമ്മാനെയും പെങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിനെ വിട്ടുകൊടുത്തിട്ട് അപ്പുറത്ത് പോയി ഇരിക്കാൻ ഇവർക്ക് സാധിക്കില്ല. അത് ഇപ്പോൾ ഇന്ത്യ, നമ്മുടെ ഇപ്പോൾ കാന്തഹാർ പണ്ട് നമ്മൾ പറയാറുണ്ട്, എന്താണ് അവിടെയൊക്കെ സംഭവിക്കുന്നത്? അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തുക. അത് വിട്ടുവീഴ്ചയൊന്നുമില്ല. 140 ആളുകളെയാണ് ഇപ്പോഴും ഹോസ്റ്റേഴ്സായിട്ട് വെച്ചിരിക്കുന്നത്, അവരുടെ പൗരന്മാരെ എന്ന് വരുമ്പോൾ. അതിൽ US-ൻ്റെ അടക്കം മറ്റ് പല രാജ്യത്തെയും പൗരന്മാരുണ്ട് എന്ന് വരുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു തീവ്രത നിങ്ങൾ ആലോചിക്കേണ്ടത്. എന്നിട്ടും ലോകരാഷ്ട്രങ്ങൾ അക്കാര്യത്തിൽ മിണ്ടാട്ടമില്ല എന്ന് പറയുമ്പോഴാണ്, എന്നിട്ട് യുദ്ധം നിർത്താൻ വേണ്ടി പറയുന്നു എന്ന് വരുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു പ്രശ്നം അവിടെ കിടക്കുന്നത്. ഇതങ്ങനെ യുദ്ധം നിർത്താൻ കഴിയില്ല എന്ന് തന്നെയാണ്. യുദ്ധം നിർത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഹോസ്റ്റേഴ്സിനെ തിരിച്ചു വിട്ടാൽ മതി. അതെന്താ ചെയ്യാത്തത്? അതിനെന്താണ് ഈ ലോക രാജ്യങ്ങൾ ഈ പ്രഷറൈസേഷൻ നടത്താത്തത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഈ ഹമാസിൻ്റെ നേതാക്കളായിട്ടുള്ള ആളുകൾ അവിടെ താമസിക്കുന്നത് ഖത്തറിലാണ്. ഖത്തറിലെ രാജാവും ബാക്കി ചങ്ങാതിമാരെല്ലാവരും കൂടിയിട്ട് ഹമാസിൻ്റെ നേതാക്കളെ നിർബന്ധിച്ചു എന്നാണ് അറിയുന്നത്. മര്യാദയ്ക്ക് സീസ് ഫയർ എഗ്രിമെൻറ്റ് നടത്തിക്കോളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇവിടുന്ന് ആട്ടി പുറത്താക്കും, നിങ്ങളുടെ എല്ലാ ഫണ്ടും കണ്ടുകെട്ടും എന്നുള്ള രീതിയിൽ വരെ താക്കീത് വരെ കൊടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ന് വന്ന വാർത്തയാണ്, ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ അവർ അതിനകത്ത് കുറേ ചേഞ്ചസ് പ്രൊപ്പോസൽസ് അതായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? അതാണ് ഈ വാൾ സ്ട്രീറ്റ് ജേണലിൽ വന്ന ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അവരുടെ ലക്ഷ്യം ഇത് കൂടുതൽ നീട്ടിക്കൊണ്ടുപോയി ഇസ്രായേലിനെ ഇൻ്റർനാഷണൽ സ്റ്റേജിൽ ഒന്ന് പ്രതിരോധത്തിലാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. വി ഹാവ് ദ ഇസ്രായേലീസ് റൈറ്റ് വെയർ വി വാണ്ട് ദം, സെഡ് സിൻവർ ഇൻ വൺ ഓഫ് ദ മെസ്സേജസ്. ഇത് സിൻവർ ഖത്തറിലുള്ള അവരുടെ നേതാക്കൾക്ക് കൈമാറുന്ന മെസ്സേജസ് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതിൽ പറയുന്ന കാര്യമാണ്, വി ഹാവ് ദ ഇസ്രായേലീസ് റൈറ്റ് വെയർ വി വാണ്ട് ദം. അതിന് ഇവർ ഉപയോഗിച്ചത് എന്താണ്? നരബലി. ആരെയാണ് നരബലി നടത്തിയത്? അത് സ്വന്തം ജനതയാണ് നടത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മളിവിടെ കാണണം എന്ന് പറയുന്നത്. ഈ സൂചനകൾ, ഇതാണ് അവിടെ നടക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ റിപ്പോർട്ടായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നു. എന്നിട്ടും ഇതെവിടെയെങ്കിലും ചർച്ചയാകുന്നുണ്ടോ? ഏതെങ്കിലും മാധ്യമങ്ങൾ എവിടെയെങ്കിലും വിഷയമാക്കുന്നുണ്ടോ? ഇല്ല. ഇത് പറയുന്ന ആളുകൾ മുഴുവൻ വലതുപക്ഷമെന്നോ അല്ലെങ്കിൽ മറ്റേ സംഘി എന്നോ പറഞ്ഞ് ഒതുക്കുക എന്നുള്ളതല്ലാതെ ഈ വിഷയം ആരും പറയില്ല. സിൻവർ ഷോസ് കോൾഡ് ഡിസ്റിഗാർഡ് ഫോർ സിവിലിയൻ കാഷ്വാലിറ്റീസ്, സേസ് റിപ്പോർട്ട്. ബാക്കി വായിക്കാം. The messages reviewed by the paper show that Sinwar has shown a cold disregard for human life. അപ്പോൾ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഈ സിവിലിയൻ ലൈഫിനെ മാനിക്കാതെ ഇതുവരെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ആരാ? അത് നമ്മളുടെ ഇസ്രായേലാണ്. എല്ലാം ചെയ്യുന്നത് അവരാണെന്നാണ് പറയുന്നത്. ജനോസൈഡ് നടത്തിക്കൊണ്ടിരുന്നത് ഇസ്രായേലാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എ കോൾഡ് ഡിസ്റിഗാർഡ് ഫോർ ഹ്യൂമൻ ലൈഫ്. ആർക്ക്? സിൻവറിന്. സിൻവർ ആരാണ്? ഹമാസിൻ്റെ നേതാവ്. ഈ പറയുന്ന ഒക്ടോബർ 7 തുടക്കം വിട്ട ആൾ. ദ പേപ്പർ ആഡഡ് ദാറ്റ് ദ മെസ്സേജസ് ഷോ ദാറ്റ് Sinwar has made it clear he believes Israel has more to lose from the continuation of the war and civilian deaths than Hamas. ഓക്കെ, ഞാനിനി കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ സിവിലിയൻ ഡെത്ത്സ് കൂട്ടുക, ഇല്ലാത്ത സിവിലിയൻ ഡെത്ത്സ് ഉണ്ട് എന്ന് പറഞ്ഞ് കള്ളക്കണക്ക് കാണിക്കുക, അത് കൊടുത്ത് UN ആദ്യം കണക്ക് പ്രസിദ്ധീകരിക്കുക, അപ്പോൾ അമളി ശ്രദ്ധയിൽപ്പെടുക, അങ്ങനെ അമളി ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് തിരുത്തുക, എന്നിട്ട് 50% വ്യത്യാസം കാണിച്ച് രണ്ടാമത്തെ കണക്ക് വിടേണ്ടി വരിക. ഇതൊക്കെയാണ് ഇവിടെ നടന്നത്. അപ്പോൾ ഹമാസ് എന്ന് പറയുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അവർ കൊടുക്കുന്ന കണക്കുകൾ, അത് മര്യാദയ്ക്ക് കണക്ക് പഠിച്ചിരുന്നെങ്കിൽ അവർ ടെററിസ്റ്റുകളാവില്ലല്ലോ എന്നത് ഇവിടെ ചോദിക്കാൻ പാടില്ല. അത് ഒരു ഔട്ട് ഓഫ് സിലബസ് ചോദ്യമാണ്. എന്തായാലും ഇതാണ് കഥ. മര്യാദയ്ക്ക് കണക്ക് പോലും കൂട്ടാൻ അറിയാത്ത ആളുകളാണ്. ദ പേപ്പർ ആഡഡ് ദാറ്റ് ദ മെസ്സേജസ് ഷോ ദാറ്റ് സിൻവർ ഹാസ് മെയ്ഡ് ഇറ്റ് ക്ലിയർ ഹി ബിലീവ്സ് ഇസ്രായേൽ ഇസ് മോർ ടു ലൂസ് ഫ്രം ദ കണ്ടിന്യൂവേഷൻ ഓഫ് ദ വാർ ആൻഡ് സിവിലിയൻ ഡെത്ത്സ് ദാൻ ഹമാസ്. അപ്പോൾ എന്തുകൊണ്ട് ഈ വാർ നീണ്ടുപോകുന്നു, എന്തുകൊണ്ട് ഇതിൽ സീസ് ഫയർ ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ, ആ ഹോസ്റ്റേഴ്സിനെ വിട്ടുകൊടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ സിവിലിയൻസിനെ കൊന്ന് ഹ്യൂമൻ ഷീൽഡ്സിനെ വെച്ചുകൊണ്ട് ആളുകളെ കൊന്നു തള്ളിയാൽ അതിൻ്റെ ബെനിഫിറ്റ് അത് ഹമാസിന് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും നഷ്ടം അത് ഇസ്രായേലിനാണ്. ആ നഷ്ടം കൂട്ടാൻ വേണ്ടിയാണ് അവർ ഈ സ്വന്തം ജനതയെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇൻ April 11, after 3 sons of Qatar-based Hamas chief Ismail Haniyeh were killed in an Israeli airstrike, Sinwar said that those and other deaths of the Palestinians will infuse life into the veins of this nation, prompting it to rise to its glory and honor. Okay. അതായത് വീണ്ടും ഇങ്ങനെ മരിച്ചു വീഴുന്ന ആളുകളൊക്കെ ബലി കുടീരങ്ങളെ എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ നിങ്ങൾക്ക് പാടാം. ഇതന്നെയാണ് അവിടെ നടക്കുന്നത്. ദ ഓൺഗോയിങ് വാർ ഈസ് നോട്ട് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഹി ഹാസ് ഫ്യൂവൽഡ് ദ കോൺഫ്ലിക്റ്റ് ദാറ്റ് ലെഡ് ടു ദ ഡെത്ത്സ് എമംഗ് പലസ്തീനിയൻസ്. ഇൻ 2018, Sinwar began the practice of holding weekly protests at Gaza's border with Israel, where the border is marked by a fence.
During those protests, fearing a breach and an influx of protesters or terrorists, Israeli soldiers fired on those who came close to the fence. The deaths served the Sinwar's goal. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം, അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുക ഈ ബോർഡറിൽ പോയിട്ട്. We make the headlines only with the blood. No blood, no news. ആരാണിത് പറയുന്നത്? സിൻവറാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നെസസറി സാക്രിഫൈസ് എന്നൊരു വാക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ വാക്ക് ഏതാണ്? നോ ബ്ലഡ് നോ ന്യൂസ്. അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഹമാസോളികൾ, അതിൻ്റെ വക്താക്കൾ ഇസ്രായേലിനോട് വലിയ തോതിൽ ശത്രുത പ്രകടിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ എന്തോ വലിയ കുഴപ്പമാണ് ചെയ്തുകൊണ്ട് വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുന്നോട്ട് വരാതെ എല്ലാം ഇസ്രായേലിൻ്റെ കുഴപ്പമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ ഹമാസ് ചെയ്യുന്നത് അവർ ഒപ്രസ്ഡ് ആയതുകൊണ്ട് അവർക്ക് എന്ത് തോന്നിയാസം ആകാമെന്ന് നമ്മളെ സ്വരാജിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു വെക്കുമ്പോൾ അവരറിയുന്നില്ല ഹമാസ് നിൽക്കുന്നത് നോ ബ്ലഡ് നോ ന്യൂസ് എന്നതിന് വേണ്ടിയാണ്. ഹമാസ് നിൽക്കുന്നത് നെസസറി സാക്രിഫൈസിന് വേണ്ടിയാണ്. ഇത് അവർ പറയുന്നില്ല. ഇതാണ് നമ്മളെ മുന്നിൽ ഇന്നിപ്പോൾ ഇതുപോലെ വന്ന് നിൽക്കുന്നത് ആ റിപ്പോർട്ടിലുള്ളത്. സിൻവർ ഇത് 2018 പറഞ്ഞ കാര്യമാണ്. ലേറ്റ്ലി US Secretary of State Antony Blinken has said that the ceasefire in Gaza depends on Sinwar alone. സിൻവർ മാത്രമാണ് ഇതിനകത്ത് തടസ്സം നിൽക്കുന്നത് എന്നുമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഒരു 10 പതാക കിട്ടുമെങ്കിൽ അതും കൂടി ഞാൻ എൻ്റെ പിന്നിൽ വെക്കുന്നതാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ കിട്ടാനില്ല. Referring to him, he said it's down to one man. ഇനി എന്താണ് യഹിയ സിൻവേഴ്സ് എൻഡ് ഗെയിം പ്ലാൻ? അതെന്താണെന്നും കൂടി ഒന്ന് അറിയണമല്ലോ. Following the 11-day conflict in 2021, Israeli officials believe Sinwar started planning a large-scale attack on Israel, according to the report. അത് 2021. The attack finally took place on October 7. The end game of the attack was to jolt the world and revive the cause of Palestine. അപ്പം നമ്മൾ വിചാരിക്കും ഈ കോസ് ഓഫ് പലസ്തീൻ എന്ന് പറയുന്ന സാധനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു മടുത്തതാണ്. 1937 മുതൽ നമ്മൾ പറയാറുള്ള സാധനങ്ങൾ, അതിൽ ഈ 2 നേഷൻ ആ ഒരു പോളിസി അത് വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നത് 47. അതുപോലെ ഓരോരോ ഘട്ടങ്ങളിലായിട്ട് വന്നപ്പോഴെല്ലാം അതിനെ എതിർത്ത് നിന്നത് ഇതേ പലസ്തീനിയൻസ് ആണ്, അറബ് രാഷ്ട്രങ്ങളാണ്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇവർക്കെതിരെ യുദ്ധവുമായിട്ട് ഇറങ്ങി തിരിച്ചത് ഇതേ അറബികൾ തന്നെയാണ്. ഇസ്രായേൽ എന്നും അതിന് അനുകൂലമായിട്ടേ നിന്നിട്ടുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ ഇസ്രായേലിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ വിഷയങ്ങൾ ഈ രീതിയിൽ പോകുന്നത് കാണുന്നു. ലോകം മുഴുവൻ അവർക്കെതിരെ നിൽക്കുന്ന നിലയിലെത്തിയപ്പോൾ ഞാനിപ്പോൾ നമ്മളെ ചാനലിലേക്ക് കൊണ്ടുവന്ന് സംസാരിച്ചിട്ടുള്ള ഇസ്രായേലി പൗരന്മാരായിട്ടുള്ള ആളുകൾ പോലും നമ്മളോട് എന്താ പറഞ്ഞത്? 2 സ്റ്റേറ്റ് സൊല്യൂഷനുമായിട്ട് ഇനി ഇസ്രായേൽ മുന്നോട്ട് വരില്ല എന്നാണ്. അതായത് ആ ഏരിയ മൊത്തം ഒന്നുകിൽ അവർ ഭരിച്ചോട്ടെ, പക്ഷേ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഇസ്രായേൽ ചെയ്യും, ഒന്നുകിൽ അങ്ങനെ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിൻ്റെ ഭാഗമാക്കുക. അവർക്ക് സമാധാനപൂർവ്വം എങ്ങനെയാണോ നിലവിൽ 10-20% മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇസ്രായേലിൽ ജീവിക്കുന്നത് അതേപോലെ അവർക്ക് അവിടെ ജീവിക്കാം, ഒരു കുറവും ഉണ്ടാവില്ല. ഒന്നുകിൽ അങ്ങനെ, അതല്ലെങ്കിൽ സെപ്പറേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ മിലിറ്ററി പവർ ഉണ്ടാവില്ല, മിലിറ്ററിയും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇസ്രായേലാണ് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. 2 നേഷൻ എന്ന് പറയുന്ന സാധനത്തിൽ നിന്നും ഇസ്രായേൽ ഒരു പരിധി വരേക്കെങ്കിലും പിന്നോട്ട് പോയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം. കാരണം എന്താണ്, ഇത്ര നാൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരൊറ്റ 2 സ്റ്റേറ്റ് സൊല്യൂഷനോടും ഇതുപോലെ മുന്നോട്ട് വന്നില്ല എന്ന് മാത്രമല്ല, എതിർപക്ഷം അവർ തക്കിയെ ഇറക്കിക്കൊണ്ട് സൗഹൃദം നടിച്ചുകൊണ്ട് തിരിച്ച് പണി കൊടുക്കുന്നതും കാണുമ്പോൾ കുടിച്ച വെള്ളത്തിൽ കാക്കാമാരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്ന ഡയലോഗ് ഇവിടെ വീണ്ടും പറയേണ്ടി വരികയാണ്. അതിൻ്റെ നേർ സാക്ഷ്യമാണ് ഇസ്രായേൽ അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് പറയുമ്പോൾ ചില നമ്മളുടെ എമുക്കൾക്കൊക്കെ വല്ലാതെ കൊള്ളാറുണ്ട്, പറയാതെ നിവൃത്തിയില്ല. ഇതാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കൂടെ നടക്കുന്ന ആളുകളിലും ഇതുപോലെ തീവ്രവാദി ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. ഡോക്ടർമാരായിട്ടുള്ള ആളുകൾ രാവിലെ മുതൽ 5 മണി വരെ, വലിയ ഡോക്ടർ, മാന്യനായ ഡോക്ടർ 5 മണിക്ക് ശേഷം നമ്മളുടെ തക്ബീറും വിളിച്ചിറങ്ങി നടക്കുകയാണ് ഇവിടെ ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള 100 കണക്കിന് 1000 ഉദാഹരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങളുടെ മുന്നിലുള്ള മുസ്ലിം, അതിപ്പോൾ ഈ പലസ്തീനിലുള്ള മുസ്ലിം ആയാലും ശരി, അതുപോലെ മറ്റേത് മുസ്ലിം ആയാലും ശരി, അത് തീവ്രവാദിയാകാനുള്ള ഒരു സാധ്യത, ഒരു മീശമാധവൻ സിൻഡ്രോം അത് ഇവിടെ ഉണ്ട്. അത് നിരാകരിച്ചുകൊണ്ട്, അതിനെ തിരസ്കരിച്ചുകൊണ്ട്, അങ്ങനെ ഇല്ല, അത് പറയുന്ന ആളുകൾ മുഴുവൻ കുഴപ്പക്കാരാണ്, മുസ്ലിം വിരുദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇസ്ലാം എന്ന വൈറസ്, ആ ഒരു അസുഖം, ക്യാൻസർ, അത് ബാധിച്ചു കഴിഞ്ഞാൽ, ആ പേ പിടിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ ഉണ്ടാകുന്ന പ്രശ്നം തന്നെയാണിത്. എപ്പോൾ വേണമെങ്കിലും പേ ഇളകാം എന്ന് തന്നെയാണ്. അത് ഇനിയും ഞാൻ പറയും.
അതിലൊരു കുറവുണ്ടാവില്ല. ഇനി ആസ് ദ സബ്സീക്വൻറ്റ് ഇസ്രായേൽ ഹമാസ് വാർ ഹാസ് കോസ്റ്റ് unprecedented deaths and destruction in Gaza, Sinwar appears to be succeeding in his goal of isolating Israel, stripping the nation of its allies and generating worldwide support for the Palestinian statehood. അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി one aim of Sinwar of carrying out the October 7 attack was to end the paralysis in resolving the Israeli-Palestinian conflict and revive its global diplomatic importance. The Wall Street Journal reported Arab and Hamas officials familiar with Sinwar's as saying. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ ഒക്ടോബർ 7 അറ്റാക്ക് നടക്കുന്ന ഒരു പശ്ചാത്തലം പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടും. ഇസ്രായേലും അതുപോലെ സൗദി അറേബ്യയും തമ്മിലുള്ള ഇൻ്റർനാഷണൽ റിലേഷൻ, അത് നമുക്കറിയാം അങ്ങനെ ഒരു റിലേഷൻ മുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷേ അറബ് രാഷ്ട്രങ്ങളുമായിട്ട്, ഒട്ടുമിക്ക രാഷ്ട്രങ്ങളുമായിട്ട് നല്ല ബന്ധത്തിലേക്ക് ട്രാൻസിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം എത്തുമ്പോഴാണ് ഇങ്ങനൊരു അറ്റാക്ക് നടക്കുന്നത്. ആദ്യം ജോർദനുമായിട്ടും ഈജിപ്തുമായിട്ടൊക്കെ ഇസ്രായേൽ അവിടെ സൗഹൃദം സ്ഥാപിച്ച ആ ഒരു കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആദ്യകാലത്ത് തന്നെ സംഭവിച്ചിട്ടുള്ളതാണ്. കാരണം അവർക്ക് മനസ്സിലായി ഇസ്രായേലിനോട് മുട്ടി നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത്. അവരാദ്യം തന്നെ ബയ്യ ആയി മാറി. ഇന്നും ജോർദൻ ഒരു മികച്ച സുഹൃത്തായിട്ട് നിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. കണ്ടറിയണം. എന്തായാലും അങ്ങനെയാണ് നിലവിലുള്ളത്. അതുപോലെ ഓരോ രാജ്യങ്ങൾ, ബഹ്റൈൻ, അതുപോലെ UAE, അങ്ങനെ പല പല രാഷ്ട്രങ്ങൾ, ഒമാൻ, ഇതെല്ലാം അതിലേക്ക് വന്നു. ഇനി അടുത്തതായിട്ട് വരാൻ നിന്ന ഒരു രാജ്യമാണ് ഈ പറയുന്ന സൗദി അറേബ്യ എന്ന് പറയുന്നത്. മിഡിൽ ഈസ്റ്റിൽ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു രാജ്യമാണെന്ന് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതിൻ്റെ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒരു അറ്റാക്ക് നടക്കുന്നതും ആ ചർച്ചകൾ അവിടെ വഴിമുട്ടുന്നതും. എന്നാൽ ഇപ്പോഴും അതിൽ പൂർണ്ണമായിട്ടും ആ വാതിലുകൾ അടയ്ക്കാതെ ഓപ്പൺ ചെയ്തു തന്നെയാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഈ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം മാറിക്കഴിഞ്ഞാൽ വീണ്ടും അത് അവിടെ ശരിയാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം, സിൻവറിനെ സംബന്ധിച്ചിടത്തോളം, ഈ സിൻവറാണ് ഇതിൻ്റെ പിടികിട്ടാപ്പുള്ളി. ഈ സിൻവറിനെ പിടിച്ചാലേ ഇസ്രായേൽ അവിടെ അടങ്ങിയിരിക്കും എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ഒരു 3-4 പേരെ പിടിക്കാൻ ബാക്കിയുണ്ട്. അത് പിടിച്ചിരിക്കും. പിടിച്ച് കെട്ടണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒക്ടോബർ 7 ആവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഉണ്ട്. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് നമുക്കൊരു ഒസാമ ബിൻ ലാദനെ പിടികൂടാൻ വേണ്ടി ഇവിടെ അമേരിക്ക നടന്നപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനകത്ത് അത് വേണോ എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ സിൻവറിനെ പോലുള്ള ഒരു ഭീകരവാദിയെ പിടിക്കാൻ വേണ്ടി അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലോ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് അതിനകത്തൊരു വിഷമെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. കാരണം കൃത്യമായിട്ട് ഇവിടെ ഭീകരവാദമാണ് നടത്തിയെന്നുള്ളതിനുള്ള എല്ലാ തെളിവുകളും അവിടെ നമുക്ക് കാണാം. അപ്പോൾ അത് അവിടെ പറഞ്ഞു വെക്കുകയാണ്. ഇനി one aim of Sinwar of carrying out the October 7 attack was to end the paralysis in resolving the Israeli-Palestinian conflict. ഒരു കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് പാലസ്തീൻ ഇസ്രായേൽ എന്ന് പറയുന്നൊരു വിഷയം തന്നെ ഇവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണ്. പാലസ്തീൻ എന്ന് പറയുന്നൊരു സ്ഥലം പോലും മാപ്പുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതിനുള്ളൊരു തെളിവും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിൽ നിന്ന്. അത് ഇത് കഴിയുമ്പോൾ ഞാൻ പറയാം. ആ നിലയിലേക്കാണ് അറബ് രാഷ്ട്രങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ലോകം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ലോകം തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ അറബ് രാഷ്ട്രങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇത് തീരാൻ പോകുന്നില്ല. ഇനി അടുത്ത വഴി എന്താണ്? ഈ വിഷയം അതിനകത്ത് ഇടപെടാതെ അതിനെ മറന്നു കളയുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ കഴിയും. അതായത് ഇത്ര നാളും ഈ ഒരു വിഷയത്തിൽ പ്രക്ഷോഭങ്ങളായിട്ട് കുട്ടികളൊക്കെ ഇറങ്ങി തിരിച്ചപ്പോൾ, പല ആളുകൾ ഇറങ്ങി തിരിച്ചപ്പോൾ സൗദി അറേബ്യയിലോ UAE-യിലോ അതല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങൾ എവിടെയെങ്കിലും ഈ ഇസ്രായേലിൻ്റെ ഒരു പതാക കത്തിക്കുന്നതോ അല്ലെങ്കിൽ പാലസ്തീൻ അവരുടെ ഒരു പതാക പൊക്കുന്നതോ നിങ്ങൾ കണ്ടോ? പൊക്കിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസ് ഇടപെട്ട് കയ്യോടെ പിടികൂടി കൊണ്ടുപോയി അവിടെ പൂശുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മക്കയിലൊക്കെ വന്ന് തവാഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പോക്കറ്റിൽ നിന്ന് പതാക എടുത്ത് പുറത്ത് എടുത്തത് മാത്രമേ താത്താക്ക് ഓർമ്മയുള്ളൂ. അതിൻ്റെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? താത്താനെ പൊക്കിക്കൊണ്ടുപോയി എടുത്ത് അവിടെ പറപ്പിക്കുകയാണ് ചെയ്തത്. ഇതാണ് അവിടെ നടക്കുന്നത്. ഒരു അര സെക്കൻഡ് പോലും പതാക പറപ്പിക്കാൻ ഇവിടെ ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, അറബ് രാഷ്ട്രങ്ങൾ സമ്മതിച്ചിട്ടില്ല. എന്നാൽ ഇതെല്ലാം പൊക്കിക്കൊണ്ട് നടക്കുന്നത് നോൺ അറബ് രാഷ്ട്രങ്ങളിലാണ്. ഇന്ത്യയിൽ കാണുന്നു, അതുപോലെ യൂറോപ്പിൽ, അമേരിക്കയിൽ, എല്ലായിടത്തും നമ്മൾ കാണുന്നു. അവിടെ യൂണിവേഴ്സിറ്റീസിലൊക്കെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ആവർത്തിക്കുന്നില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ വഴി ആളുകളെ വല്ലാതെ മൊബിലൈസ് ചെയ്ത് ഈ ഒരു വിഷയം ചർച്ചാ വിഷയമാക്കി അത് അലൈവാക്കി നിർത്തുന്നു. അതായിരുന്നു അവരുടെ ലക്ഷ്യം. അതവർ അതിൽ വിജയിച്ചിട്ടുണ്ട്. സിൻവർ. The paper reported that the ultimate goal of Sinwar's war appears to get a permanent ceasefire that allows Hamas to declare a war in Gaza by outlasting Israel and claim the leadership of the Palestinian case. അപ്പോൾ എന്താണ് ഹമാസിൻ്റെ ലക്ഷ്യം? എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹമാസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് ഉദ്ദേശശുദ്ധി ഇല്ലാത്തൊരു ലക്ഷ്യം തന്നെയാണ്. അത് ഇതാണ് അവിടെ കാണുന്നത്. ഈ ഹമാസ് ടു ഡിക്ലെയർ എ വാർ ഇൻ ഗാസ ബൈ
ഔട്ട് ലാസ്റ്റിംഗ് ഇസ്രായേൽ. അതായത് എത്ര നാളത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും നാളത് നീട്ടിക്കൊണ്ടു പോവുക എന്നതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അത് ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. കാരണം എന്താണ്? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തൊട്ടപ്പുറത്ത്, അതുകൂടാതെ മറ്റ് രാജ്യങ്ങൾ പലതും സമാധാനപൂർവ്വം അവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടം ആളുകളാണ്. അതിൻ്റെ ഇടയിൽ ഇതുപോലെ ഒരു വൈറസ് കണക്കെ ഒരു രാജ്യം നിന്ന് പെരുമാറിക്കൊണ്ടിരുന്നാൽ ജനജീവിതം അതവിടെ വലിയ തോതിൽ അപകടത്തിലാവും. ഹമാസിന് സ്വന്തം ജനതയെ ഇതുപോലെ ബലി കൊടുക്കുന്നതിൽ വലിയ വിഷമമൊന്നും കാണില്ലായിരിക്കും. പക്ഷേ അങ്ങനെയല്ല ബാക്കിയുള്ള രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇസ്രായേലിന്. അതുകൊണ്ടാണ് അവരവരുടെ ആ ജനതയെ ഏത് മാളത്തിൽ ഒളിപ്പിച്ചാലും അവിടുന്ന് പിടിച്ചുകൊണ്ട് വരുന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തിൽ അവരതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ദാറ്റ് അപ്പിയേഴ്സ് ടു ബി ഹാപ്പനിങ് ആസ് ഇസ്രായേൽ അപ്പിയേഴ്സ് ടു ബി ഫോളിങ് ഡീപ്പർ ഇൻ ടു ദ ട്രാപ്പ് ബൈ ദ ഡേ. ആ ട്രാപ്പിൽ ഇസ്രായേലിന് വീഴാൻ അവർ അനുവദിക്കുന്നില്ല. ഇസ്രായേലിനെ ട്രാപ്പിൽ വീഴ്ത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിന് അനുവദിക്കാൻ പാടില്ല. ആ ഒരു കാര്യത്തിൽ ഒരു മോറൽ സപ്പോർട്ട് ഇസ്രായേലിന് കൊടുക്കേണ്ടതുണ്ട്. അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു മോറൽ സപ്പോർട്ട് കൊടുത്തേ പറ്റുള്ളൂ. അത് മാത്രമാണ് നമ്മൾ ആ ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് നിൽക്കുന്നതിൽ, ഈ കൊടി നമ്മൾ പിന്നിൽ വെക്കുന്നതിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് മാത്രമാണ്. അവിടെ ഒരു മോറൽ ഒരു ഹൈ കൊടുക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മോറലായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാൻ, അത് അവകാശപ്പെടാൻ ഇസ്രായേലിന് അവകാശമുണ്ട് എന്ന് തന്നെയാണ്. ദാറ്റ് അപ്പിയേഴ്സ് ടു ബി ഹാപ്പനിങ് ആസ് ഇസ്രായേൽ അപ്പിയേഴ്സ് ടു ബി ഫോളിങ് ഡീപ്പർ ഇൻ ടു ദ ട്രാപ്പ്. Even without a lasting ceasefire, the paper reported that Sinwar believes Israeli PM Netanyahu has few options other than occupying Gaza. Once Israel occupies Gaza, it would get isolated further and would lose support from allies like the United States. It would also get bogged down in a bloody insurgency of Hamas and other terrorist groups. The insurgency's toll would further drive the conflicts and isolation of Israel, increasingly turning Israel into a pariah state. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക, അവിടുത്തെ ജനതയെ അവിടെ കുഴപ്പത്തിൽ കൊണ്ടെത്തിക്കുക, അവരൊരു കോൺസ്റ്റൻറ്റ് വാറിംഗ് നേഷനാക്കി മാറ്റുക. ഇതാണ് ഹമാസിൻ്റെ ലക്ഷ്യം. ഇനി നിങ്ങൾ പറയും, ഇതിലാരാണ് സമാധാനത്തിന് വേണ്ടി നിൽക്കുന്നത്? ഇതിലാരാണ് യുദ്ധത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്? ഇതിൽ സമാധാനത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നത് ഇസ്രായേലാണ്. ഇതിൽ യുദ്ധത്തിന് വേണ്ടിയിട്ട്, സമാധാനം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട്, അക്രമത്തിന് വേണ്ടിയിട്ട്, മനുഷ്യരെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ആരാണ്? അത് ഈ ഹമാസാണ്. അതുകൊണ്ടാണ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ, എന്തുകൊണ്ട് ഇസ്രായേലിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ കാലം കൊണ്ടാണ്. ഇസ്രായേൽ മാത്രമാണ് സമാധാനത്തിന് വേണ്ടി നിൽക്കുന്നത്. ഇത്ര നാളും ഇത് നമ്മൾ പറയുമ്പോൾ ഇതുപോലെ എഴുതി വെച്ചിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടാറില്ലായിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടതും അതുപോലെ ഇവർ ചെയ്തതും അതുപോലെ ഇവർ പല വേദികളിൽ പറഞ്ഞതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതുപോലെ ഒരു റിപ്പോർട്ടായിട്ട് വരുന്നു. ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ ലോകത്ത് ഇനിയും ചർച്ചയായി ഇത് ആളുകൾക്കൊരു ബോധം വെക്കണം എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. സംഭവിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. സംഭവിക്കട്ടെ. സംഭവിച്ചാൽ ലോകത്തിന് വലിയ തോതിൽ ഒരു ഗുണമുണ്ടാകുന്ന കാര്യമാണ് എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഇവിടെ പരിശോധിക്കാനുള്ളത്, ഞാൻ പറഞ്ഞു ലോകം എങ്ങനെയാണ് ഈ പറയുന്ന, ഇപ്പോൾ സിൻവറിൻ്റെ പ്ലാനാണ് നമ്മൾ കണ്ടത്. എന്നാൽ എന്താണ്, നമ്മൾ ഖുറാനിലൊരു ആയത്തുണ്ടല്ലോ, അതായത് അള്ളാഹു ഖൈറുൽ മാക്കിരീൻ എന്നാണ് പറയുക. ഓക്കെ, മാക്രികളിൽ വെച്ച് ഏറ്റവും മികച്ച മാക്രി അള്ളാഹു ആണെന്ന് പറയും. എന്താണ് ഈ മാക്രി? ആ മാക്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പദ്ധതികൾ ഉണ്ടാക്കുന്ന, അതായത് പ്ലോട്ട്സ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വലിയ പദ്ധതികൾ ഉണ്ടാക്കുന്നു, എന്നാൽ അള്ളാഹു അതിനേക്കാൾ മികച്ച പദ്ധതികൾ ഉണ്ടാക്കുന്നു. അള്ളാഹു ആണ് പദ്ധതികൾ ഉണ്ടാക്കുന്നവരിൽ വെച്ച് ഏറ്റവും മികച്ച പദ്ധതികൾ ഉണ്ടാക്കുന്നവൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഈ ഒരു 2005 ഇസ്രായേൽ ഗാസയിൽ നിന്നും ഒഴിഞ്ഞുപോയി അതിൻ്റെ ഭരണം അവിടെയുള്ള ആളുകൾക്ക് കൊടുത്തു. അത് ആദ്യം ഭരിച്ചിരുന്നത് PLO ആയിരുന്നു. അവരെ തോപ്പിച്ച് അവിടെ 2007 ഹമാസ് കൈയടക്കുന്നു. 2007 മുതൽ 2023 ഒക്ടോബർ 7 വരേക്കും അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഇതേ ഹമാസ് തന്നെയായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് അവരവിടെ സ്വപ്നത്തിലായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്വർഗത്തിലായിരുന്നു ജീവിച്ചിരുന്നത് എന്ന് ഇന്ന് അവർ തന്നെ പറയുന്നു, വീഡിയോ ഇറക്കിക്കൊണ്ട്. കാരണം എന്നാലാണല്ലോ ഈ കണ്ണുനീര് ഇങ്ങനെ പുറത്തേക്ക് വരുള്ളൂ. പണ്ട് ഇത് പറയുമ്പോൾ സമ്മതിക്കാറുണ്ടായിരുന്നില്ല. എന്തായാലും ഇന്ന് അവർ തന്നെ വീഡിയോ ഇറക്കി പറയുകയാണ്. എന്തായാലും അങ്ങനെയൊക്കെ ചെയ്ത് ഇരിക്കുന്ന സമയത്ത് ഇത് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വയലൻ്റ് ഇക്വിലിബ്രിയമാണ്. അത് പറ്റില്ല. നമുക്ക് വേണ്ടത് യുദ്ധങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യുദ്ധം വേണം എന്ന് പറഞ്ഞ് അവരെ ഇറങ്ങി തിരിച്ചിട്ട് അവസാനം ഇപ്പോൾ എന്തായി? അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ അവരുടെ ലക്ഷ്യം അവിടെ ഒരു കോൺസ്റ്റൻറ്റ് വാർ അവിടെ ഉണ്ടാക്കി വെച്ച് അവരുടെ കാര്യം സ്ഥാപിക്കുക എന്നതാണ് എന്നുണ്ടെങ്കിൽ, അറബ് രാഷ്ട്രങ്ങൾ ആരാ മക്കൾ?
അവരതിനേക്കാൾ വലിയൊരു പദ്ധതിയാണ് അവരവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അവർ പദ്ധതിയിൽ പ്ലാൻ ചെയ്തത് എന്താ? അവർ ഇസ്രായേലിൻ്റെ നമ്മളുടെ ലോക മാപ്പിൽ പാലസ്തീൻ എന്ന് പറയുന്ന സാധനത്തെ തന്നെ അവരെടുത്ത് ദൂരെ കളയുന്ന അവസ്ഥയിലേക്കാണ് അവർ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതാണ് ഇനി നമ്മളിനി അടുത്തത് കാണാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു വാർത്ത നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പാലസ്തീൻ അപ്പാരൻ്റ്ലി റിമൂവ്ഡ് ഫ്രം സൗദി ടെക്സ്റ്റ് ബുക്ക് മാപ്സ്, ഇസ്രായേൽ ബേസ്ഡ് തിങ്ക് ടാങ്ക് റിപ്പോർട്ട് ഷോസ്. ഇത് ദ ന്യൂ അറബ് എന്ന് പറയുന്ന ഒരു ന്യൂസ് പോർട്ടലിൽ വന്നിട്ടുള്ളതാണ്. പാലസ്തീൻ ഹാസ് ബീൻ ലെഫ്റ്റ് അൺനെയിംഡ് ഇൻ ടെക്സ്റ്റ് ബുക്ക് മാപ്സ് ആൻഡ് ലാംഗ്വേജ് ഡീംഡ് ഹോസ്റ്റൈൽ ടു ഇസ്രായേൽ ഹാസ് ബീൻ ചേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ആൻ ഇസ്രായേൽ ബേസ്ഡ് തിങ്ക് ടാങ്ക്. ഇതിനെക്കുറിച്ച് ഇതിൻ്റെ വേറൊരു ഭാഗം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല ടെക്സ്റ്റ് ബുക്കുകളിലും ഉണ്ടായിരുന്ന ജൂതവിരുദ്ധത അത് പണ്ടത്തെ പോലെ ഇപ്പോൾ ഇല്ല. അത് പലതും അവർ ഡിലീറ്റ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇത് അതുക്കും മേലെ എന്ന് നമുക്ക് പറയാം. അതുക്കും മേലെ എന്ന് പറഞ്ഞാലൊന്നും കുറഞ്ഞു പോകും. കാരണം നിങ്ങൾ ഈ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാമായിരിക്കും. ഞാൻ അത് കണ്ടിട്ടില്ല, പക്ഷേ ഫ്ലൈറ്റ് യാത്ര ചെയ്ത ആളുകൾ റിപ്പോർട്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ആ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ മാപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല, പകരം അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവുക പാലസ്തീൻ എന്നായിരുന്നു. ഇതിപ്പോൾ നേരെ തിരിയാണ്, കാലം നേരെ തിരിയാണ്. ഇനി അവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇസ്രായേലിനെ കാണും, പാലസ്തീനെന്ന് കാണില്ല. ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാപ്പുകൾ നിങ്ങൾക്ക് റിപ്പോർട്ട് ഡീപ്പായിട്ട് നോക്കാം. എന്തായാലും ഈ ചിത്രം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടോ എന്നറിയില്ല. ഇതിൽ കാണുന്നത് ഇതാണ്. അതായത് ആ മാപ്പുകളിൽ നിന്നും ഇസ്രായേൽ എന്ന് പറയുന്ന ഏരിയ മാത്രമാണ് അവിടെ ഉണ്ടാവുക. അവിടെ നമ്മളുടെ പാലസ്തീൻ എന്ന് പറയുന്ന ഏരിയ അവിടെ മാർക്ക് ചെയ്യാതെ വിടുന്നു. ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ആ ഏരിയ ഈ കാണുന്ന ഭാഗമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ന്യൂസ് നിങ്ങൾ ലിങ്ക് ഒന്ന് പോയിട്ട് സ്വയം ഒന്ന് സൂം ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ബാക്കി നമുക്ക് വായിക്കാം. ദ ന്യൂ സൗദി കരിക്കുലം seem to have removed the name of Palestine from school textbook maps. Images from the 2023 to 2024 social and national studies textbook depict a map of Saudi Arabia and surrounding countries, with the area of Palestine left unnamed. Unlike maps in 2022 textbooks, a report by pro-Israeli think tank Impact says. Impact SE is a think tank which analyzes school curricula and has offices in Israel and the UK. It has, however, been the subject of controversy in the past. The latest Saudi curricula show significant changes to textbooks from the previous academic year, even in the terminology. The words considered hostile to Israel were removed from the several texts in the curriculum, especially terms such as enemy and the Zionist enemy, and the text which warned of Israeli ambitions in the region and efforts to expel the Palestinians from the land was also removed. ഓക്കെ, ഇത് കൂടുതൽ എന്തെങ്കിലും പറയണം? അതായത് സയനിസ്റ്റ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കൂടുതൽ കേൾക്കാറുണ്ടാവും. അതുപോലും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. മാത്രമല്ല ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്നൊക്കെ പറയുന്ന ആ ഒരു വലിയ വലിയ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഇവർ പറഞ്ഞു വെക്കാറുണ്ട്. സത്യത്തിൽ ഇസ്രായേലിന് അങ്ങനെ വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല. അവരവരുടെ കാര്യമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. പക്ഷെ അങ്ങനെയല്ല, ഇത് മുഴുവൻ പിടിച്ചടക്കണം, നമ്മളുടെ സൗദി അറേബ്യ പിടിച്ചടക്കണം, അങ്ങനെയുള്ള എല്ലാ അറേബ്യൻ പെനിൻസുല മുഴുവൻ പിടിച്ചെടുക്കണം, അങ്ങനെ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു കൺസ്പിറസി തിയറി ഉണ്ട്. അത് വരെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിച്ചിരുന്നു. ഒഫീഷ്യലായിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ സാധനം വരെ റിമൂവ് ചെയ്തു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് അക്കോർഡിംഗ് ടു ഇമ്പാക്ട് സേ റെഫറൻസ് ഈസ്റ്റ് ജെറുസലം ആസ് occupied and as the Palestinian capital instead of the whole of Jerusalem. Zionism is also not referred to as a racist European movement anymore, and other very critical language of Israel has been amended. Overall, 21 cases of anti-Israel sentiment in all textbooks were removed. ഞാനിത് വായിച്ചു പോവാണ്. The changes are speculated to be tied to US mediated talks seeking to normalize relations between Riyadh and Tel Aviv. നമ്മൾ സൗദി ആൻഡ് ഇസ്രായേൽ അവർ തമ്മിലുള്ള ബന്ധം അത് ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് ഇത് എന്നാണ് പറയുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്നത് നമ്മൾ US ആണ്. The US earlier this month said it was close to reaching a defense pact with Saudi Arabia which could make way for Israeli normalization. Riyadh has said it will not broker ties with Israel before a Palestinian statehood is granted, something Israel's far-right government has refused. ഞാൻ പറഞ്ഞല്ലോ, നിലവിൽ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ ഫാർ റൈറ്റ് നെതന്യാഹു ഉൾപ്പെടുന്ന ആ കൂട്ടം ആളുകൾക്ക് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഇന്നിപ്പോൾ അവരുടെ അജണ്ടയിലില്ല. കാരണം
ഈ പറയുന്ന തക്കിയും അത് വെച്ചുകൊണ്ട് പണി കൊടുത്തതും അവരുടെ ഓർമ്മയിൽ നിന്ന് അത് പോയിട്ടില്ല. അവർക്കിപ്പോഴും ഒരു ട്രോമയായിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ്. ബോയ് ഫ്രണ്ടായിട്ടുണ്ടായിരുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പോലുമാണ് ഇതുപോലെ ഒക്ടോബർ 7 വന്നിട്ട് വെടിവെച്ചത് എന്ന് വരെ നമ്മൾ കണ്ടു. ആ ഒരു നറേഷൻ നിങ്ങൾ കേട്ട് കാണും. നമ്മളിവിടെ വന്നാണ് പറഞ്ഞത്, നമ്മളെ ചാനലിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇപ്പോൾ മാറി നിൽക്കുന്നത്. എന്നിരുന്നാലും ഇനിയും ഇതുപോലെയുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ഇനി അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചാൽ, മുൻകാലങ്ങളിൽ എങ്ങനെയാണോ അതൊക്കെ വെച്ച സമയത്ത് ഇസ്രായേൽ ആക്സെപ്റ്റ് ചെയ്തത്, വീണ്ടും അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ അങ്ങനെ നിന്നിട്ടുള്ളതുകൊണ്ടും ഒരു ട്രാക്ക് റെക്കോർഡ് ഉള്ളതുകൊണ്ടും, രണ്ടാമത് അവരുടെ ഗവൺമെൻറ് അത് കുറേയും കൂടി അവരുടെ സിറ്റിസൻസിനോട് അക്കൗണ്ടബിലിറ്റി കാണിക്കുന്ന കൂട്ടരും ഒരു ഡെമോക്രാറ്റിക് കൺട്രിയുമായതുകൊണ്ട് അതിനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അത് അങ്ങനെയാണ് അത്തരം രാജ്യങ്ങൾ നിലകൊള്ളാറുള്ളത്. അപ്പോൾ ഇത് ഒരു വാർത്തയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഇത് ഒന്നോ രണ്ടോ അല്ല, പല മീഡിയ അതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മളുടെ മിഡിൽ ഈസ്റ്റിൽ തന്നെ ഇത് പല സ്ഥലങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മീഡിയ കൂടിയാണ്. നിങ്ങൾക്ക് പോയി അത് വായിക്കാം. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് സ്വയം കണ്ടെത്തുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്തായാലും ഇതറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് അറിയുന്നത് നല്ലതാണ്. ഇനി ഇതിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അതിൻ്റെ ബൗണ്ടറീസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ ഹിസ്ബുള്ള അവിടെ നോർത്തേൺ സൈഡിൽ ബോംബിട്ട് തുടങ്ങിയെന്നും പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്തെന്നുള്ളത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. അത് നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. കാരണം എന്താണ്, എന്നാലാണ് ഈ സംഗതിയുടെ ഒരു ഭാവിയിലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് കിട്ടുക. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇവിടെ കാണാം. അതിൻ്റെ മുകൾ ഭാഗത്ത് ലെബനോൻ ഇവിടെ കാണാം. ഈ ലെബനോനിൽ നിന്നാണ് താഴേക്ക് ഇവിടെ നമ്മളുടെ ഹിസ്ബുള്ള ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഈ മിസൈൽ വാണം. താഴെ ഗാസ സ്ട്രിപ്പിൽ നിന്നായിരുന്നു ഇപ്പുറത്തേക്ക് വിട്ടുകൊണ്ടിരുന്നത്. ഗാസ സ്ട്രിപ്പ് ഇവിടെയാണ്, ഈ താഴെ ഭാഗത്താണ്. ഇപ്പോൾ റഫ എന്നൊക്കെ പറയുന്ന ഏരിയ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ഏരിയയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെയായിരുന്നു നമ്മുടെ കണ്ണൊക്കെ കുഴിച്ചിട്ടത്. ഇപ്പോൾ മുളച്ച് കാണും, വേരൊക്കെ വന്ന് കാണും. അധികം വൈകാതെ അത് അവിടെ നിന്ന് മുളച്ച് പൊന്തും, വലിയ കൺമരങ്ങളാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പോട്ടെ, എന്തായാലും ഈ ഏരിയയെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം, നല്ലതാണ്. ലെബനോൻ ഇവിടെയാണ്, ഇവിടെ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലെബനോനിൽ ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ വനിത, അവരെ നമ്മൾ ചാനലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വളരെ കൊണ്ടുപിടിച്ച ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടിയിട്ടില്ല. ഇവരൊക്കെ വലിയ വലിയ പുള്ളികളാണ്, ഇവരൊന്നും മെസ്സേജ് ചെയ്താൽ ഒന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നാലെ കൂടിയിട്ടുണ്ട്. ഈ കേൾക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഒക്കെ, പ്രത്യേകിച്ച് US ജീവിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ 2 പേരെ ഒന്ന് എനിക്ക് എത്തിച്ചു തരേണ്ടതുണ്ട്. ഒന്ന് നമ്മുടെ മുസാബ് ഹസനാണ്, പിന്നെ നമ്മളുടെ ഈ പറയുന്ന ലെബനോൻ വനിത, എന്താണ് മാർഗരറ്റ് എന്തോ ഒരു പേര് പറയും, അവരെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ 2 പേരെ നമുക്ക് കിട്ടണം. അധികം വൈകാതെ നമ്മൾ കൊണ്ടുവരും. എന്തായാലും പിന്നാലെ കൂടിയിട്ടുണ്ട്. മുസാബ് ഹസനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അവിടെ വലയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചൂണ്ടയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്, വലയിട്ടിട്ട് കൊത്താതെ അവിടെ പോകാനാണ്. അപ്പോൾ അതുകൊണ്ട് വരും. പിന്നെ ഒരു ഗാസൻ സിറ്റിസനെ നമ്മൾ വേറെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആളെയും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവരൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് കിട്ടാൻ. അപ്പോൾ ഇത് നിങ്ങളുടെ ഓർമ്മയിലേക്കൊന്ന് കൊണ്ടുവരണമെന്ന് ഞാൻ വിചാരിച്ചു. ഒറ്റ കാര്യമുള്ളൂ, ഹോസ്റ്റേഴ്സിനെ റിലീസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ലം യലിദ് വലം യുലദ് വല യക്കുല്ല കുഫനാത്ത്. ഹോസ്റ്റേഴ്സിന് വിടാതെ വേറെ പരിപാടിയൊന്നും നടക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അത് വെച്ചുകൊണ്ട് തീവ്രവാദികളെ വീണ്ടും തിരിച്ചയച്ച് യഹിയ സിൻവറെ പോലെയുള്ള ആളുകൾക്ക് വീണ്ടും ഒക്ടോബർ 7 ആവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിനോട് പേഴ്സണലി എനിക്ക് യോജിപ്പില്ല. ഒന്നത്. 2, ഈ സിൻവറിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് സമാധാനത്തിന് നിൽക്കുന്നത്, ആരാണ് ഇവിടെ കുഴപ്പം. ഒരു അൺഎൻഡിങ് വാർ അത് ഉണ്ടാക്കിക്കൊണ്ട് തങ്ങളുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്വന്തം ജനതയെ ഇതുപോലെ കുരുതി കൊടുക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. അതുകൂടാതെ ആ തരത്തിലുള്ള കാര്യങ്ങൾ നിരന്തരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു ബൃഹത് പദ്ധതി തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് വർഷങ്ങളോളം നീണ്ടുപോകുന്ന രീതിയിൽ കാര്യങ്ങൾ നീട്ടിവെക്കുന്നതും, തിരിച്ച് വീണ്ടും ഇസ്രായേൽ ഗാസ ഒക്യുപ്പൈ ചെയ്യണം, പിടിക്കടാ തല്ലടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പണ്ട് ചെയ്യാറുണ്ട്. ആ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം തല്ല് കിട്ടുമ്പോൾ കിടന്ന് മോങ്ങും. അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇസ്രായേലിന് ഉള്ള സപ്പോർട്ട് അത് വീണ്ടും കൂടുതൽ ശക്തിയുക്തം കൊടുക്കാനുള്ള സാധ്യതകൾ, അതിനുള്ള കാരണങ്ങൾ നമ്മുടെ മുന്നിൽ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. അത് ഇനിയും തുടരും. മറിച്ചൊരു കാരണം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരിക, നമുക്ക് അപ്പം തന്നെ ആ പിന്തുണ പിൻവലിക്കാം എന്ന് ഞാൻ വാക്കും തരികയാണ്. ഇതുവരെ അത് ആർക്കും സാധിച്ചിട്ടില്ല. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക.
മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.